ഒരു വടികൊട്ടിയല്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥ വരാനിരിക്കുന്നതുകൊണ്ട് യൗവനം ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. അള്ളാഹുവിന് വേണ്ടി, അടിച്ചുപൊളിക്കാനല്ല, അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. നിനക്ക് തിരക്ക് വരാൻ പോകുന്നുണ്ട്, ജോലി തിരക്കുകൾ വരാൻ പോകുന്നുണ്ട്. കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ, വെക്കേഷൻ, ഒഴിവ് നേരങ്ങൾ, നിന്റെ ഹോളിഡേയ്സ്, നിങ്ങളുടെ വീക്കെൻഡുകൾ അല്ലാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. ദാരിദ്ര്യം വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് കയ്യിൽ അല്ലാഹു പൈസ തരുന്ന സമയം ഒരുപാട് ധർമ്മം ചെയ്ത് ദാനം ചെയ്ത് അല്ലാഹുവിലേക്ക് എടുത്തോളൂ. മരണം വരാൻ പോകുന്നുണ്ട്, അതിന്റെ മുമ്പ് ജീവിതം നന്മകൾ ചെയ്ത് പരിപോഷിപ്പിക്കണമേ. ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് അസുഖങ്ങൾ വരാനിരിക്കുന്നു, ഒരിക്കലും വിട്ടുമാറാത്ത അസുഖങ്ങൾ ജീവിതത്തിൽ പിടികൂടാനിരിക്കുന്നത് കൊണ്ട് ആരോഗ്യമുള്ള കാലം ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ എന്ന് ലോകത്തിന്റെ ഗുരു ആനായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്രത്തോളം ഇതിന്റെ വില മനസ്സിലാക്കിയവരാണ്. ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ബോധമുണ്ട്. സന്തോഷം തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. സന്തോഷം വേണമെന്ന യാത്രയിലാണ്. ഈ സന്തോഷം അല്ലാഹു വെച്ചിരിക്കുന്നത് അവൻ അനുസരിക്കുന്നതിൽ മാത്രമല്ലോ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ومن أعرض عن ذكري فإن له معيشة ضنكا. ജീവിതം അടിച്ചു പൊളിക്കാൻ നടക്കുന്ന ആളുകളുണ്ട്. ഒരു ഒഴിവ് കിട്ടിയാൽ പാരീസിലേക്ക്, യൂറോപ്പിലേക്ക്, അങ്ങ് തായ്ലാൻഡിലേക്ക്, ബാങ്കോക്കിലേക്ക്. എന്തിനാണ് യാത്ര? പച്ചയായ ഹറാമുകൾ ചെയ്യാൻ വേണ്ടി. ഇപ്പുറത്ത് അല്ലാഹുവേ, എനിക്കൊരവസരം ലഭിച്ചിരുന്നുവെങ്കിൽ നിന്റെ ഭൂമി ലോകത്ത് നിനക്ക് സാഷ്ടാംഗം നമിക്കപ്പെടാൻ ആദ്യമായി പടുത്തുയർത്തപ്പെട്ട പരിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് ചെന്ന് ഒന്ന് സുജൂദ് ചെയ്യാൻ കൊതിയുണ്ടായിരുന്നു റബ്ബേ എന്ന് ആലോചിക്കുന്ന മറ്റൊരു വിഭാഗം ഇപ്പുറത്ത്. കയ്യിൽ എന്തെങ്കിലും ഒരു കാശ് കിട്ടിയിരുന്നെങ്കിൽ ഇഷ്ടമായ ഏതെങ്കിലും ബിവറേജുകളിൽ ചെന്ന്, മദ്യഷാപ്പുകളിൽ ചെന്ന് ക്യൂ നിന്നിട്ടോ അല്ലാതെയോ മൂക്കറ്റം കുടിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗത്ത്, അല്ലാഹുവേ, എന്റെ ശരീരത്തിലേക്ക് വായിലൂടെ കടന്നു പോവാൻ ഒരു പാനീയം നീ അനുവദിക്കുകയാണെങ്കിൽ അത് നിനക്ക് പൊരുത്തമുള്ളതല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്നവർ ഇപ്പുറത്ത്. ഷോർട്ട് കട്ടിലൂടെ പൈസ ഉണ്ടാക്കാൻ എമ്പാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ അല്ലാഹുവേ, ആ കിട്ടുന്ന പണം നിനക്ക് പൊരുത്തമല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവർ ഒരു വിഭാഗത്ത്. മറ്റൊരു വശം നമ്മൾ കാണുന്നത്, ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങളും വിഭിന്നമല്ലോ, വിഭിന്നമാണല്ലോ, വ്യത്യസ്തമായ അവസ്ഥകൾ. സ്വീഡൻ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്ത് അമിതമായ സ്വാതന്ത്ര്യമുണ്ട്. അമിതമായ സ്വാതന്ത്ര്യം. ഹോമോസെക്ഷലായി ഒരു പുരുഷനെ തന്റെ ഭാര്യയായി കൊണ്ട് നടക്കാൻ പറ്റുന്ന നിയമം ലോകത്ത് അംഗീകരിച്ച രാജ്യമായിരിക്കെ, വ്യഭിചാരം അത്രയും സുലഭമായിരിക്കെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന രാജ്യമാണ് സ്വീഡൻ. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ. സ്വാതന്ത്ര്യമല്ല മനുഷ്യന്റെ വിഷയം. പാപങ്ങളിലേക്ക് പോകുന്ന ആളുകൾ അവന്റെ മനസ്സ് സങ്കുചിതമാകുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. കണ്ണുകുടിയന്മാരോട് ചോദിക്കണേ, ഭൂനിവാസം ചെയ്യുന്നവരോട് ചോദിക്കണേ, തിന്മകൾ ചെയ്യുമ്പോൾ എന്തു തോന്നുന്നു? തിന്മ ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു? മനസ്സിന് സന്തോഷമുണ്ടോ? ഇല്ല. എന്തു തോന്നുന്നു? എന്തോ ഒരു പിരിമുറക്കം, എന്തോ ഒരു പ്രയാസം, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ അറിയുന്നില്ല. ചെറുപ്പക്കാരനത് കൊണ്ടാണ് പറയുന്നത്, എനിക്ക് ബോറടിച്ചിരിക്കുകയാണ്. ചെറുപ്പക്കാർ പറയുന്നില്ലേ, ബോറടിച്ചു, ജീവിതം എനിക്ക് മടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് മടുത്തു എന്ന് പറയുന്നു? ജീവിതത്തിൽ ലക്ഷ്യമില്ലാതിരിക്കുമ്പോൾ മടുപ്പ് വരുന്നുണ്ട്. മടുപ്പ് വരിക. അങ്ങനെയാണ് സ്വീഡനിൽ കിടക്കുന്ന തന്റെ ജ്യേഷ്ഠനെ കാണാൻ ഒരു മുസ്ലിം യാത്ര പോകുന്ന. ജീവിതം മടുത്ത് യാത്ര പോയതാണ്. സുബഹിക്ക് നേരമായപ്പോൾ ജ്യേഷ്ഠന്റെ റൂമിലുള്ള ഒരു സുഹൃത്ത് വന്ന് വിളിച്ചു, നിസ്കരിക്കണ്ടേ? അത് പറഞ്ഞ്, നിസ്കരിക്കാറില്ല, ഞാൻ ഉറങ്ങട്ടെ. ഒന്നുകൂടെ വിളിച്ചു, സഹോദര ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, സുബഹിയുടെ നേരമല്ല, നീ ഒരു മുസ്ലിമല്ലേ? എനിക്ക് നിസ്കരിക്കണ്ട, ഞാൻ നിസ്കരിച്ചിട്ട് കാലം എത്രയോ ആയിട്ടുണ്ട്, ഞാൻ ഉറങ്ങുകയാണ്. മടുത്തിട്ടാണ് ജ്യേഷ്ഠന്റെ അടുത്തേക്ക് പോയത്. സ്വീഡനിലേക്ക് പോയത് നന്നാവാൻ വേണ്ടി പോയതായിരുന്നില്ല. പക്ഷേ ജ്യേഷ്ഠൻ നല്ല മനുഷ്യനാണ്.
കൂടെയുള്ള കൂട്ടുകാരനാ വിളിക്കുന്നത്, ഒന്ന് നിസ്കരിച്ചു നോക്കുമോനെ, ഒന്ന് വലവുമറ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. കള്ളൂടെ ടേസ്റ്റ് ചെയ്തില്ലേ, വ്യഭിചാരം ടേസ്റ്റ് ചെയ്തില്ലേ, നിസ്കാരം ടേസ്റ്റ് ചെയ്യേ, വലവുമറ, ഈവൻ വൺസ്, ഒന്ന് എന്ത് ചെയ്യേ, ഹാവ് എ ടേസ്റ്റ് ഓഫ് ഇറ്റ്, ഒന്ന് ടേസ്റ്റ് ചെയ്യും. ആദ്യമായി അദ്ദേഹം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വന്ന് wudu കൊടുത്തു. അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരമാണ് ഉറക്കത്തെക്കാളും ഉത്തമം എന്ന് വിളിച്ചു പറയുന്ന ആ വിളിയാളത്തിന് അന്ന് ആദ്യമായി ഉത്തരം കൊടുത്തു. മടിയോടുകൂടെ ചെന്നു. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, നിസ്കാരത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മടി തോന്നുന്നത് കപട വിശ്വാസത്തിന്റെ അടയാളമത്രേ. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിസ്കാരത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വലിയ മടി. കല്യാണത്തിന് ഭക്ഷണം ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ വലിയ ഉന്മേഷം, കളിയുടെ ഗാലറിയിൽ ചെന്നിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആവേശം, എല്ലാറ്റിനും ഉന്മേഷമുണ്ട്. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ മാത്രം ഒരു മടി, നിസ്കാരം നീണ്ടുപോകുമ്പോൾ ഇമാമനോട് വെറുപ്പ്. ഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, മടി പിടിച്ചിട്ടാണെങ്കിലും അന്ന് കൂട്ടുകാരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആദ്യമായി സ്വീഡനിലെ ഒരു പള്ളിയിൽ അദ്ദേഹം നിസ്കരിക്കാൻ ചെന്നു. സുജൂദിൽ വീണ് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ നമിക്കുന്ന പ്രണാമത്തിന്റെ മധുരമറിഞ്ഞത് അന്നാണ്. ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞു, സന്തോഷമില്ലാതെ ജീവിതം ബോറടിച്ചു എന്ന് വിചാരിച്ച് ഞാൻ നടന്നുകൊണ്ടിരിക്കെ ഇപ്പോഴാണല്ലോ ഞാൻ ജീവിതത്തിന്റെ മധുരമറിഞ്ഞത്. എന്റെ സർത്താവിന്റെ മുമ്പിൽ തലകുനിക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ ആ ആദ്യത്തെ നിസ്കാരം കഴിഞ്ഞ് ഉമ്മാക്ക് വിളിച്ചു, ഉമ്മ ഞാൻ തിരിച്ചു വരികയാണ്. നാട്ടിലേക്ക് എത്തിയപ്പോ ഉമ്മ ചോദിച്ചു, മോനെ എന്തു പറ്റി? ഉമ്മ, ഞാൻ അന്വേഷിച്ചു നടന്നിരുന്ന സന്തോഷം എന്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഞാനതറിഞ്ഞു. എന്റെ സ്രഷ്ടാവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുമ്പോൾ കിട്ടുന്നൊരു രസമുണ്ട്, ആ ആനന്ദം ഞാൻ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ജീവിതം ബോറടിച്ചില്ല, ഇനി ബോറടിക്കാൻ പോകുന്നുമില്ല. ആ ചെറുപ്പക്കാരൻ ത്യാഗിയായി ജീവിച്ച്, ദീനി പ്രബോധകനായി ജീവിച്ച് അള്ളാഹുവിന്റെ വഴിയിലായി മരണപ്പെട്ടു പോയിരിക്കുന്നു. ഒരു വിഭാഗം ഇപ്പുറത്ത് തായ്ലാന്റിലേക്ക് പോയ 3 ചെറുപ്പക്കാരിൽ മൂക്കറ്റം കള്ളുകുടിച്ച് സ്വബോധം നഷ്ടപ്പെട്ട് ഛർദിച്ച് തന്റെ കൂട്ടുകാരൻ അങ്ങേയറ്റം താളം തെറ്റിയപ്പോഴാണ് ഒരൽപ്പം ബോധമുള്ള 2 പേരിൽ ഒരാൾ അവനോട് പറഞ്ഞത്, ടോയ്ലറ്റിലേക്ക് പോയിക്കോ, നിനക്ക് ഛർദിക്കണമെങ്കിൽ. ടോയ്ലറ്റിന്റെ ബൗള് തുറന്നു കൊടുത്തു, ക്ലോസറ്റിലേക്ക്. അവൻ ഛർദിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പുറത്തൊരു കൂട്ടുകാരൻ മൂക്കറ്റം കുടിച്ച് കിടക്കുന്ന ഒരുത്തനൊരൽപ്പം ബോധമുണ്ട്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇവൻ തിരിച്ചു വരാതെ നിന്നപ്പോൾ വാതിൽ തുറന്നു നോക്കുമ്പോഴാ ക്ലോസറ്റിലേക്ക് സുജൂദ് ചെയ്ത പോലെ അവൻ തലവെച്ച് ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു. എങ്ങനെ ഒരു ക്ലോസറ്റിനോട് സുജൂദ് ചെയ്യുന്ന പോലെ മദ്യാസക്തിയിൽ ജീവിച്ചിരുന്നൊരു ചെറുപ്പക്കാരന്റെ അന്ത്യം അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചത്. അവൻ അള്ളാഹുവിന് സുജൂദ് ചെയ്തിട്ടില്ലല്ലോ, അവൻ അള്ളാഹുവിന് വേണ്ടി പ്രണാമം നമിച്ചിരുന്നില്ലല്ലോ. അള്ളാഹുവിന് വേണ്ടി 1-ാം സഫിലേക്ക് വരേണ്ടതിന് പകരം നമ്മുടെ വിദേശ മദ്യഷാപ്പുകളുടെ മുമ്പിൽ സഫായി മണിക്കൂറുകളോളം സഫായി നിന്നവനാണവൻ. ഒരു മടി കൂടാതെ, തിരക്കില്ലാതെ, ക്ഷമയോടുകൂടെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ട നൃത്തത്തിന് പകരം മദ്യത്തോട് കാണിച്ച ആദരവ്. അള്ളാഹു മദ്യം ഛർദിച്ച് വിസർജ്യം പോകുന്നിടത്തേക്ക് മുഖം വെച്ചുകൊണ്ടാണ് മരിച്ചത്. ഇത് മുസ്ലിമിന് പാഠമാണ്. ഇന്ന സഅയകും ലശത്താ, മനുഷ്യന്റെ കർമ്മങ്ങൾ വ്യത്യസ്തമാണ്. ഒരു വിഭാഗം നന്മയിലേക്ക് വരുന്നു, ഒരു വിഭാഗം തിന്മയിലേക്ക്. നബിയേ, ലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, തിന്മയും നന്മയും ഒരുപോലെയല്ല നബിയേ. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം എത്രയാണെന്നോ, തിന്മ ഒരുപാടുണ്ട്, ജനങ്ങൾ മുഴുവനും തിന്മ ചെയ്യുകയാണല്ലോ എന്ന് അങ്ങ് കണ്ടത്ഭുതപ്പെട്ടാലും ശരി നബിയെ, ആധിക്യമല്ല പ്രശ്നം, ഒരുപാട് ആളുകൾ ചെയ്യുന്നതല്ല വിഷയം. നന്മ വളരെ കുറച്ചെങ്കിൽ തന്നെയും അള്ളാഹു നന്മയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ലോകത്ത് കൂടുതൽ അള്ളാഹു നന്മയാ സ്വീകരിക്കുന്നത്, ലോകത്ത് കൂടുതൽ തിന്മയാണ് ദാനം. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, നബിയോട് അള്ളാഹു പറയുന്ന, നബിയെ, ലോകത്ത് തിന്മ വർദ്ധിക്കുന്നത് കാണുമ്പോൾ അങ്ങ് അത്ഭുതപ്പെട്ടു പോയേക്കും. അതല്ല നബിയെ വിഷയം. അള്ളാഹു നന്മയാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനസ്സാലിഹീൻ, നന്മ ചെയ്യുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്.
അല്ലാഹുവേ, ജീവിതം നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ. അതിന് പകരം നീ നൽകുന്ന സ്വർഗം വാങ്ങിക്കാനുള്ള തൗഫീഖ് നീ നിന്റെ കരുണ കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മഹാനായ അല്ലാമ അബൂ ഖുദാമത്തു ശാമി റളിയല്ലാഹു അൻഹു യൂറോപ്പുകാരുമായുള്ള യുദ്ധം നടക്കാൻ പോകുന്നു. ആ സമയത്താണ് വിശുദ്ധമായ പള്ളിയുടെ മുനാരത്തിലൂടെ ഇസ്ലാം ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആളുകൾ രംഗത്തിറങ്ങണമെന്ന് വിളിച്ചു പറഞ്ഞത് അബൂ ഖുദാമത്തു ശാമി. അവരുടെ ആഹ്വാനം കേട്ടു എല്ലാവരും വീട്ടിലേക്ക് ചെല്ലുന്നു. കെട്ടുന്ന ആയുധങ്ങളെടുത്ത് പടപൊരുതാൻ വേണ്ടി യൂറോപ്പിലേക്ക്, തുർക്കിയിലേക്കെന്ന് റോമക്കാർ ഭരിക്കുന്നത് തുർക്കിയാണ് ഇവിടെ ആസ്ഥാനം. തുർക്കിയുടെ ഭാഗത്തേക്ക് യാത്ര പോകുമ്പോ ഒരു സ്ത്രീ വന്ന് വിളിക്കുന്നു, അസ്സലാമു അലൈക്കും യാ ശൈഖ്. വിളിക്കാണ്, പേര് വിളിച്ചു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. വീണ്ടും ആ സ്ത്രീ വിളിച്ചു, പണ്ഡിതനെ. തിരിഞ്ഞു നോക്കിയില്ല. മൂന്നാമതും വിളിച്ചിട്ട് ചോദിച്ചു, മാ ശഅനുക്, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഒരു പ്രായമായ സ്ത്രീയെ ഇങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾ എന്താ അതിന് ആൻസർ തരാത്തത്? അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വേണം? അവര് പറഞ്ഞു, ഒന്നുമില്ല, ഈ ചെറിയ പൊതി ഇതെന്റെ വകയാണ്. നിങ്ങൾ ഒരു യുദ്ധക്കളത്തിലേക്ക് പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഇതെന്റെ വകയാണ്, ഇത് നിങ്ങൾ കൊണ്ടുപോകണം. അല്ലാഹുവിന്റെ വഴിയിൽ ത്യാഗം ചെയ്തോടുന്ന കുതിരയുടെ മൂക്കുകയറായി നിങ്ങൾ ഇത് ഉപയോഗിക്കണം. എന്താണിതെന്ന് ചോദിച്ചു. നിങ്ങൾക്കത് പിന്നീട് തുറന്നു നോക്കാം. നോക്കുമ്പോൾ ഒരു പെണ്ണിന്റെ നീണ്ട തലമുടിയുടെ 2 കെട്ടുകളാണ് അതിന്റെ അകത്തുള്ളത്. ആ സ്ത്രീ പറഞ്ഞ വാക്കിതാണ്, അല്ലാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാനൊരു പെണ്ണല്ലയോ? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള എന്റെ തലമുടി ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നു. എന്തിന്? അല്ലാഹുവിന് ത്യാഗം ചെയ്തോടുന്ന ഒരു കുതിരയുടെ മൂക്ക് കയറായിട്ടെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണമേ. 2 മുടിയുടെ ഇഴയ നീളമുള്ള മുടിയാണ്. ആ സ്ത്രീ തന്റെ തലയാണ് മൊട്ടയടിച്ചു കൊടുത്തിട്ടുള്ളത്. മഹാനായ അബൂ ഖുദാമത്തു ശാമിയുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നടിമാരെ പോലെ മുടി ബോബ് ചെയ്ത്, കട്ട് ചെയ്ത്, ഡിസൈനുകൾ മാറ്റിവെച്ച് പലതരത്തിലുള്ള ആംഗിളുകളിലായി മുടി താഴെയിട്ടും ചെരിച്ചും വലിച്ചും പൊക്കിവെച്ചും താഴ്വെച്ചുമൊക്കെ അള്ളാഹുവിന്റെ ദീനുമായോ അള്ളാഹുമായോ ബന്ധം പോലുമില്ലാത്തവരോട് അനുകരിക്കാൻ ഒരു വിഭാഗത്ത് പെൺകുട്ടികൾ വെമ്പൽ കൊള്ളുമ്പോഴാണ് തന്റെ തലമുടിയുടെ 2 ഇഴകൾ, തലമുടി ഒന്നാകെ 2 ഭാഗമാക്കി വെക്കുന്ന ദഫീറ, ഓരോ ഭാഗത്തെയും മുടി 2 കെട്ടുകളായി ഒരു ഉറപ്പുള്ള കയറ് പോലെ, ചൂടിക്കയറ് പോലെ ഇത് നിങ്ങൾ എടുക്കണം. എന്റെ ഈ മുടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന കുതിരയുടെ മൂക്ക് കയറ് നിങ്ങളാക്കണം. ഈ യുദ്ധത്തിൽ എനിക്കും ഒരു സൽക്രമം ചെയ്യാനാവണം, എന്റെയും ഒരു കോൺട്രിബ്യൂഷൻ ഈ യുദ്ധത്തിലേക്ക് വേണമെന്ന് അബൂ ഖുദാമത്തു ശാമിയോട് പറഞ്ഞ ഒരു ഉമ്മ. യുദ്ധത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരനായ കുഞ്ഞ്, ഒരു 10-15 വയസ്സിൽ താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുന്നു, യാ അബാ ഖുദാമ, അബൂ ഖുദാമ, യഹ്മിൽനി മഅക്, ഞാനും നിങ്ങളുടെ കൂടെ പോരട്ടെ? മോനെ, എങ്ങോട്ട്? ഇലൽ മഅറക, അല്ലാഹുവിന്റെ വിളിയാളം വന്നല്ലോ, ഞാനുമുണ്ട്, ജീവത്യാഗം ചെയ്യാൻ കൂടെ വരട്ടെ? മോനെ, നീ അതിന് സമയമായില്ല. അൻത സഗീർ, ചെറുപ്പക്കാരനാണ് നീ, ചെറുപ്പമാണ്, സമയമായില്ല, പൊയ്ക്കോ. പറ്റില്ല അബൂ ഖുദാമ, എനിക്ക് വരണം നിങ്ങളുടെ കൂടെ, എന്നെയും കൊണ്ടുപോകണം. നിർബന്ധിച്ചപ്പോ അല്ലാമ അബൂ ഖുദാമ പറഞ്ഞു, മോനെ, ഒരു നിബന്ധനയുണ്ട്, ആ നിബന്ധന പാലിക്കുമെങ്കിൽ നിന്നെ കൂടെ കൂട്ടാം. എന്താ നിബന്ധന? മോനെ, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് നീയോ, നിന്റെ മരണത്തിന് മുമ്പ് ഞാനോ, നമ്മിൽ ആരാണോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആദ്യം ചെല്ലുന്നത്, അയാൾ തന്റെ കൂട്ടുകാരന് വേണ്ടി ശുപാർശ ചെയ്യണം അള്ളാഹുവിന്റെ മുമ്പിൽ. മോനെ, നീ എന്റെ മുമ്പ് മരിക്കുകയാണെങ്കിൽ അബൂ ഖുദാമക്ക് വേണ്ടി അള്ളാഹുവിനോട് നീ സാക്ഷി പറയുമോ? എന്നെ നീ കൈപിടിക്കുമോ? എനിക്ക് ശഫാഅത്ത് ചെയ്യുമോ? അങ്ങനെയെങ്കിൽ കൂടെ കൂട്ടാം. നിങ്ങളുടെ ഷർത്ത് റെഡി, നിങ്ങളുടെ കണ്ടീഷൻ റെഡി, ഞാൻ അംഗീകരിച്ചു. കൂടെ കൂട്ടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് 15 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ, 15 വയസ്സുള്ളൊരു ടീനേജർ. യുദ്ധം ആരംഭിക്കുമ്പോ ചോദിച്ചു അബൂ ഖുദാമ, 3 അമ്പ് തരുമോ? എന്തിന് മോനെ? എനിക്ക് വേണം. മോനെ, അമ്പുകൾ പരിമിതമാണ്, 3 എണ്ണമോ? 1 പോരെ, എനിക്ക് 3 എണ്ണം വേണം.
എനിക്ക് 3 എണ്ണം വേണം. ഓർമ്മയുണ്ടോ? ഞാനും നീയും തമ്മിലുള്ള കരാറുണ്ട്. ആ ഓർമ്മയുണ്ട്. എന്താ? അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണമെന്നല്ലേ? ഓർമ്മയുണ്ട്. 3 എണ്ണം തരീൻ. ഒരമ്പെടുത്ത് അമ്പെയ്തു, അത് ലക്ഷ്യം കണ്ടു. രണ്ടാമത്തേതും ലക്ഷ്യം കണ്ടു. 3ാമത്തെ അമ്പെയ്യുമ്പോഴേക്കും ഈ ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക് ഒരമ്പ് വരുന്നു. കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുന്നത് അബൂ ഖുദാമ കണ്ടു. ഓടിച്ചെന്ന് ആ കുഞ്ഞിന്റെ ചോരപ്പാടുകൾ മായ്ച്ചു കളഞ്ഞിട്ട് മോനോട് ചോദിച്ചു, മോനെ, ലോകത്തോട് വിട പറയുമ്പോൾ ഓർമ്മയുണ്ട് മോനെ? ഞാനും നീയും തമ്മിലുള്ള കരാറ് ഉണ്ട് അബൂ ഖുദാമ, ഓർമ്മയുണ്ട്. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനല്ലേ? ഓർമ്മയുണ്ട്. ഞാൻ പോവുകയാണ് അബൂ ഖുദാമ. ഞാനാണ് ആദ്യം ഇവിടുന്ന് യാത്ര പറയുന്നത്. നിങ്ങൾ എന്നെയും ഓർക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാം. ഒരു ചെറിയ കടലാസിന്റെ കഷ്ണം കൊടുത്തു. ഇതെന്റെ ഉമ്മാക്ക് കൊടുക്ക്, എന്റെ ഉമ്മാക്ക് കൊടുക്കണം. എന്റെ ഉമ്മയോട് പറയണേ, നിങ്ങളുടെ പൊന്നുമോൻ സ്വർഗലോകം കണ്ട് ഷഹാദത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ചിറകേറി സ്വർഗലോകത്തേക്ക് പോയി എന്ന് എന്റെ ഉമ്മയോട് പറഞ്ഞു കൊടുക്കണമേ. ചോദിച്ചു, മോനെ, നിന്റെ ഉമ്മ ആരാണ്? എനിക്ക് എങ്ങനെ അറിയും നിന്റെ ഉമ്മയെ? എന്റെ ഉമ്മ മറ്റാരുമല്ല അബൂ ഖുദാമ. നിങ്ങൾക്കൊരു പൊതി തന്നില്ലേ, 2 മുടിക്കെട്ടുകൾ? ആ മുടിക്കെട്ടുകൾ തന്നത് എന്റെ ഉമ്മയായിരുന്നു. എന്റെ ഉമ്മയോട് ചെന്ന് പറയണേ, എന്റെ ഉമ്മയുടെ കണ്ണുകൾക്ക് സന്തോഷം വരണം, എന്റെ ഉമ്മാക്ക് ആനന്ദം വരും എനിക്ക് സംഭവിച്ചത് കാണുമ്പോൾ. അതുകൊണ്ട് എന്റെ ഉമ്മയോട് ചെന്ന് പറയണേ, ആ 2 മുടിക്കെട്ടുകൾ തന്നത് എന്റെ ഉമ്മയായിരുന്നു. ആനായ അബൂ ഖുദാമ കണ്ണുനീർ വാർത്തുകൊണ്ടാണ് അരങ്ങത്തോട് വിട പറയുന്നത്. യുദ്ധമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വാതിൽക്കൽ മുട്ടിയപ്പോ ഒരു പെൺകുട്ടി വന്നു. ഈ ചെറുപ്പക്കാരന്റെ സഹോദരൻ അബ്ശിർ, സന്തോഷം വല്ലതുമുണ്ടോ? സന്തോഷം വല്ലതുമുണ്ടോ? ഉണ്ട്, സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. എന്റെ മോന് രക്തസാക്ഷിത്വം കിട്ടിയോ? ഉമ്മ ഓടി വരികയായി. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. അവര് പറഞ്ഞു, ഇവന്റെ പ്രിയപ്പെട്ട ഉപ്പ യുദ്ധത്തിൽ ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങൾ അറിഞ്ഞു. ഫഹ്തസബ്നാ, അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇവന്റെ ജ്യേഷ്ഠനും എനിക്ക് നഷ്ടമായി, നഷ്ടമല്ല, എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവസാനമായി എന്റെ ഈ പൊന്നുമോനും നഷ്ടമായല്ലേ, അത് നഷ്ടമല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, റബ്ബേ നിനക്കാണ് റബ്ബേ സ്തുതി. നീയല്ലയോ നിന്റെ അരികത്തേക്ക് ഷഹാദത്തുമായി എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്? അല്ലാഹുവിലേക്ക് കയ്യുയർത്തി ഹമിദത്, റബ്ബിനെ ശുക്ർ ചെയ്തു, നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ട ഉമ്മ അബൂ ഖുദാമത്തു ശാമി ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ അത്ഭുതപ്പെടുകയാണ്. നല്ലൊരു ഉമ്മ തന്റെ പ്രിയപ്പെട്ട മോനെ എങ്ങനെയാണ് സജ്ജീകരിച്ചത്? ആ ഉമ്മ നൽകിയ ത്യാഗം, ഉമ്മയിൽ നിന്ന് കണ്ടുപിടിച്ചത് ബഅദുകും മിൻ ബഅദ്, നന്മയിൽ നിന്നാണ് നന്മ ലഭിക്കുന്നത്, നന്മയിലൂടെയാണ് നന്മ ഉണ്ടാകുന്നത്. മാതൃകാ വനിതയായി തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉയർന്നപ്പോൾ ആ ഉമ്മയെക്കാളും ധൈര്യം സംഭരിച്ച് അല്ലാഹുവിന് വേണ്ടി എനിക്കെന്തെങ്കിലും ചെയ്യണമെന്ന് ഇറങ്ങി പുറപ്പെട്ട മഹാനായ അല്ലാമ അബൂ ഖുദാമയുടെ മുമ്പിൽ വന്ന ഈ ചെറുപ്പക്കാരൻ, 15കാരൻ, അതിൽ താഴ്പ്രായമുള്ള കുട്ടി. നമ്മുടെ കുട്ടികളൊക്കെ +2നോ അതുമല്ലെങ്കിൽ SSLCക്കോ പഠിക്കുന്ന സമയം, +2 കഴിയുന്ന സമയം അത്രയല്ലേ ആയുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് എന്തറിയാം? മൊബൈൽ ഫോണുകളല്ലാതെ, ഗെയിമുകളല്ലാതെ, ഓൺലൈൻ ചാറ്റിങ്ങുകളല്ലാതെ മറ്റെന്തറിയും നമ്മുടെ മക്കൾക്ക്? എന്തെങ്കിലും ത്യാഗം ചെയ്യാൻ അറിയോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തറിയാൻ നമ്മുടെ മക്കൾക്ക്? 15 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്, 17 വയസ്സുള്ളപ്പോഴാണ് ലോകപ്രസിദ്ധനായ അല്ലാമ ബുഖാരി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി തങ്ങൾ, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, അല്ലാഹുവിന്റെ കലാം ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ ആധികാരികമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണെന്ന് ലോക പണ്ഡിതന്മാർ സാക്ഷി പറഞ്ഞ ആ മഹാഗ്രന്ഥം എഴുതിയ 17 വയസ്സുള്ളപ്പോഴാണ്. ആനായി ബുഖാരി ഇമാം അറബിയാണോ? ഇല്ല. മാതൃഭാഷ അറബി സംസാരിച്ചോ? ഇല്ല. സ്വഹീഹ് മുസ്ലിം, ഇമാമുന മുസ്ലിം ഇബ്നു ഹജ്ജാജ് റളിയല്ലാഹു അൻഹു സ്വഹീഹിന്റെ ഉപജ്ഞാതാവ് കൂടിയായ മുസ്ലിം തങ്ങൾ അറബിയാണോ? അല്ല. ഇമാമുന ഗസാലി തങ്ങൾ അറബിയാണോ? അല്ല. ഇമാമുന നസായി തങ്ങൾ അറബിയാണോ? അല്ല. ഇമാമുന തുർമുദി തങ്ങൾ അറബിയാണോ? അല്ല. ഇമാമുന ഇബ്നു മാജ അറബിയാണോ? അല്ല. ശിഹാകളുടെ കമ്പൈലേഴ്സ്, ഹദീസുകൾ ക്രോഡീകരിച്ച മഹാപണ്ഡിതന്മാർ എത്ര വലിയ ത്യാഗം ചെയ്തു.
അറബ് ഭാഷ പഠിച്ചെടുത്തെന്ന് മാത്രമല്ല, ലോകത്തിന്റെ മുക്കുമൂലകളിലൂടെ യാത്ര ചെയ്തു. അല്ലാഹുവിന് വേണ്ടി യാത്ര. നമ്മൾ എന്തെങ്കിലും ഒരു പഠനയാത്ര ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന് വേണ്ടി ഒരു പഠനയാത്ര നമ്മൾ പോവാറുണ്ട്. ബാംഗ്ലൂരിലേക്ക്, മൈസൂരിലേക്ക്, കൊടൈക്കനാലിലേക്ക്, മൂന്നാറിലേക്ക്. അല്ലാഹു ലോകത്ത് അനുവദിച്ച ഹലാലാക്കി തന്ന ആനന്ദങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ അതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ഇൽമു പഠിക്കാൻ, ഒരു കിതാബ് വായിച്ചെടുക്കാൻ, ഒരു പണ്ഡിതനെ ചെന്ന് കാണാൻ, വല്ലതും ചോദിച്ചു പഠിക്കാൻ ഒരു യാത്ര എപ്പോഴെങ്കിലും ഉണ്ടായോ? എപ്പോഴെങ്കിലും ജീവിതത്തിൽ പഠനത്തിന് വേണ്ടി യാത്ര നടന്നിട്ടുണ്ടോ? മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവാണ് ഷാമിലേക്ക് ഒട്ടകപ്പുറത്ത് യാത്ര പോയത്. ഒരു സ്വഹാബിയെ കണ്ട് ഒരു ഹദീസ് മനഃപ്പാടമാക്കി പോരാനും, ഒരൊറ്റ ഹദീസിന് വേണ്ടി 2000 കിലോമീറ്റർ യാത്ര ചെയ്തു ജാബിർ റളിയല്ലാഹു അൻഹു. അതേ സ്വഹാബി ഏഷ്യൻ കോണ്ടിനെന്റും കഴിഞ്ഞ് ആഫ്രിക്കൻ കോണ്ടിനെന്റിലേക്ക് യാത്ര പോയി. ഈജിപ്തിലൂടെ മൊറോക്കോയിലേക്ക് എത്തി. ഒരു സ്വഹാബിയെ കണ്ട് ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി ഫ്ലൈറ്റ് യാത്ര പോലുമല്ല, ഒരു ഹദീസ് അത് കേട്ടപ്പോൾ പറഞ്ഞു, മഅസ്സലാമ, ഞാൻ തിരിച്ചു പോകുന്നു മദീനയിലേക്ക്. എന്തിനായി യാത്ര? ജീവിതത്തിന്റെ വില മനസ്സിലാക്കുമ്പോ അല്ലാഹു തന്ന ജീവൻ, അല്ലാഹു തന്ന ജീവിതം നശിപ്പിക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിയുമ്പോ കർമ്മബോധം വരും, ഉന്മേഷം വരും, ത്യാഗം ചെയ്യാൻ തോന്നും. മഹാനായ ഇമാമുന ബുഖാരി തങ്ങൾക്ക് 17 വയസ്സുള്ളപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അല്ലാമ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിയുടെ മുമ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി തങ്ങൾ പറഞ്ഞത്, മക്കളെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ സ്വഹീഹുകൾ മാത്രം രേഖപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. സ്വഹീഹായ ഹദീസുകൾ മാത്രം. ഇടയ്ക്ക് നമ്മുടെ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഈ പ്രഭാഷണ പരിപാടി, അതിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം. അപ്പോ ഇവിടെ നമ്മുടെ ഹിഫ്ള് പഠിക്കുന്ന മക്കളുണ്ട്, അവിടെ സൂചിപ്പിച്ചു 50ഓളം കുട്ടികളുണ്ട്. ഇനി 25 കുട്ടികൾക്ക് നമുക്ക് ഭൗതിക മതവിദ്യാഭ്യാസ സമന്വയം നൽകുന്നുണ്ട്. അപ്പോ ആ കാര്യത്തിലേക്കൊന്നും കാര്യമായ ഒരു കോൺട്രിബ്യൂഷൻ ഇതുവരെ നടന്നില്ല എന്നാണ് കേട്ടത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് നമ്മുടെ കാലാവസ്ഥ പ്രയാസം കൊണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം കഴിഞ്ഞില്ല. റമദാനിൽ നമുക്ക് ഇനി എത്ര സമയം കിട്ടുന്ന അറിയില്ലല്ലോ. അതുള്ളത് കൊണ്ട് പൈസ കയ്യിൽ നിന്ന് പോണൊരു കാലം വരും. അപ്പൊ പിന്നെ ആലേക്ക് റബ്ബേ അന്നൊക്കെ ചോദിച്ചപ്പോ കൊടുക്കാൻ മടിച്ചിട്ട് കൊടുത്തില്ല. അതുകൊണ്ട് 2 ഷവർമ വന്നാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ആയിപ്പോണ്ട, എന്ത് ചെയ്യുള്ളൂ, ഇപ്പൊ കൊടുത്തോളൂ. ഒരു കാലത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നന്മയോട് സഹകരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. മഴ ഇല്ലെങ്കിൽ ചൂടെടുക്കുന്നുണ്ടാവില്ലേ. നമുക്ക് നമ്മുടെ സംഘാടകർക്ക് എന്തെങ്കിലും ഒരു ഫാന് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ സൈഡിലൂടെ ഒരു ഫാനൊക്കെ പെട്ടെന്ന് പറ്റുമെങ്കിൽ അതിനൊക്കെ ഇൻഷാ അല്ലാഹ് വലിയ സൗകര്യമായിരിക്കും. ചൂടെടുക്കുന്നുണ്ടല്ലേ. ഇൻഷാ അല്ലാഹ് അന്ന് പൊക്കി വെക്കാം, മഴയില്ലല്ലോ. പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് മഹാനായ ഇമാമുന ബുഖാരി തങ്ങളോട് ഗുരുനാഥൻ ചോദിച്ചത്, ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ സ്വഹീഹുകൾ മാത്രമായി ക്രോഡീകരിക്കുക? അന്ന് ഹദീസുകളുണ്ട്, പക്ഷേ ദഈഫുണ്ട്, കൂട്ടത്തിൽ മുർസലുണ്ട്, മുൻഖതിഉണ്ട്, പലതരത്തിലുള്ള ഹദീസുകളുടെ മിക്സാണ്. പക്ഷേ സ്വഹീഹുകൾ മാത്രമായി ഒരു ഹദീസിന്റെ ഗ്രന്ഥമുണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു. 17 വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ +2 കുട്ടികളുടെ പ്രായമുള്ള സമയം, ഡിഗ്രിക്ക് പോകുന്ന സമയം. ആ നേരത്താണ് ലോകപ്രസിദ്ധനായ ഈ മഹാപണ്ഡിതൻ ആ യൗവനകാലത്ത് ഒന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, എനിക്കത് ചെയ്യാൻ കഴിയും, ഞാനത് ചെയ്യാൻ പോകുന്നു. അന്ന് അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് സ്വപ്നം? മദീനയുടെ മിമ്പറിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നതാണ് സ്വപ്നം. മിമ്പറിൽ ഇരിക്കുന്ന നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമുന ബുഖാരി തങ്ങൾ കണ്ട സ്വപ്നമാണ്. സ്വപ്നം ഒരുപാട് മനുഷ്യന്മാരെ കാണുന്നുണ്ട്. വലിയ വേജാറും വിഷമമൊക്കെ തോന്നാറുണ്ട് കേൾക്കുമ്പോൾ. വലിയ വിഷമം. അല്ലാഹുവിന്റെ റസൂലിനെ ഇടിച്ച് താഴ്ത്തി, നബി തങ്ങളൊക്കെ താഴെയാണ്, വേറെ ആരോ മേലെയാണ്. ഇസ്ലാം എന്ന് പുറത്തു പോണ കേസാണത്. സ്വപ്നം പറഞ്ഞിട്ടൊന്നും പറയാൻ പറ്റില്ല ജനങ്ങളോട്. അള്ളാഹിന്റെ റസൂലിനെ താഴ്ത്തി കിട്ടുക, നബിതങ്ങൾ താഴെ, വേറെല്ലോല് മേലെ. ആ സ്വപ്നമൊന്നും പറയല്ലേ, പൈശാചികമാണ്, പിശാച് തരുന്ന സ്വപ്നമാണ്, അള്ളാഹുവിന്റേതല്ല. അതൊന്നും വിളിച്ചു പറയാനും പാടില്ല. എന്തൊരപകടമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ താഴ്ത്തിക്കെട്ടെ.
ഹബീബിനെ അള്ളാഹു സമ്മതിക്കോ താറ്റിക്കെട്ടാൻ? ഒരിക്കലും ചെയ്തു പോകരുത്. ഗുരുതരമായ തെറ്റാണ് അതൊക്കെ, ഗുരുതരമായ തെറ്റാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി തങ്ങളെ സ്വപ്നം കണ്ടു. മദീനയുടെ മിമ്പറിൽ ഇരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മുമ്പിലേക്ക് ഒന്ന് രണ്ട് ഈച്ചകൾ പാറി വരുന്നു. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരനായ ഇമാമുന ബുഖാരി തങ്ങൾ എഴുന്നേറ്റ് ചെന്ന് നബി തങ്ങളുടെ മുഖത്ത് നിന്ന് ആ ഈച്ചയെ ആട്ടിയോടിക്കുന്നു. നേരം വെളുത്തപ്പോ ഗുരുനാഥനോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു അല്ലാഹുവിന്റെ റസൂലിനെ. മറുപടി വന്ന, മോനെ, മറ്റൊന്നുമല്ല, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യുന്ന ഒരു സേവനം, അള്ളാഹുവിന്റെ റസൂലിന് നേരെ വരുന്ന ഒരുപാട് ആരോപണങ്ങളെ, ഹബീബായ നബിക്ക് നേരെ വരുന്ന കൂരമ്പുകളെ തടുത്തു മാറ്റാനും ഒഴിവാക്കാനും ഹബീബിന്റെ മുഖം രക്ഷിക്കാനും നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം സഹായകമാകും എന്ന് ഇതിൽ സൂചനയുണ്ട് എന്ന് മഹാനായ അല്ലാമ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി തന്റെ ശിഷ്യന് മറുപടി കൊടുത്തു. ആ ത്യാഗമാണ്, ഹബീബിന്റെ അഭിമാനം സംരക്ഷിക്കുന്ന മഹാപ്രവർത്തനമാണ് 17 വയസ്സിൽ നിന്ന് തുടങ്ങിയ ഇമാമുന ബുഖാരി തങ്ങളുടെ സ്വഹീഹ് എന്ന ഗ്രന്ഥം, ഹദീസിന്റെ ഗ്രന്ഥം. റഷ്യയിൽ നിന്നാ വരുന്നത്, സമർഖന്ദിൽ ബുഖാറയിൽ നിന്ന് യാത്ര തുടങ്ങി അറബ് ലോകം ഒന്നാകെ യാത്ര ചെയ്തു. സമർഖന്ദിലേക്ക് തിരിച്ചുപോയി. സമർഖന്ദിൽ അന്ത്യവിഷമം കൊള്ളുന്ന ഇമാമുന മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരുന്നപ്പോ സദസ്സിൽ വലിയ വലിയ ആളുകളൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോ ആരോ ചോദിച്ചു, മോനെ, എത്ര ഹദീസ് എഴുതി? മോൻ പറഞ്ഞു, ഇസ്നൈൻ, 2 ഹദീസൈനി എന്നല്ല പറഞ്ഞതെന്ന, ഇസ്നൈൻ, 2 എഴുതിയിട്ടുണ്ട്. അപ്പൊ അയാളിങ്ങനെ കളിയാക്കി ചിരിച്ചു. ഈ 2-3-4 മണിക്കൂർ ഇരുന്നിട്ട് 2 ഹദീസേ കിട്ടിയിട്ടുള്ളൂ. അവിടെ ഇരുന്ന് ഒരാൾ പറഞ്ഞു, ഇന്ന ലിഹാദൽ ഇബ്നി ലശഅന, ഈ കുട്ടിക്ക് വലിയൊരു ഭാവിയുണ്ട് കേട്ടോ, ഈ കുട്ടിയെ കളിയാക്കല്ലേ, ഈ കുട്ടി നിങ്ങളെ നോക്കി ചിരിക്കുന്ന ഒരു സമയം വരും എന്ന് ആ സദസ്സിൽ പ്രായമുള്ള ഒരാൾ ഈ കുട്ടിയുടെ മുഖശ്രീ കണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇമാം ബുഖാരി തങ്ങൾ. 17 വയസ്സിലാണ്. 70,000 ഹദീസുകൾ മനപ്പാടമുണ്ട്. അന്ന് 70,000 ഹദീസുകൾ മനപ്പാടമുണ്ട്. ഇമാമുന ബുഖാരി തങ്ങൾക്ക് സനദ് വഴി കിട്ടുന്ന എല്ലാ കൃത്യമായ രേഖകൾ സഹിതം 70,000 ഹദീസുകൾ അന്ന് മനപ്പാടമുണ്ട് 17 വയസ്സായപ്പോ. ഇങ്ങനെയൊക്കെ പറ്റുമോ? പറ്റും. ഇതൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ? അതേ, മനുഷ്യന്മാർ തന്നെയാണ്. നമുക്കൊരു സൂറത്ത് പഠിക്കാനുള്ള പ്രയാസം എത്ര? യാസീൻ പഠിച്ചെടുക്കാൻ, അൽ കഹ്ഫ് പഠിച്ചെടുക്കാൻ, ഒരു ജുസ് പഠിക്കാൻ ഹഫിദൽ ഖുർആന വഹുവ ഇബ്നു 7 വയസ്സുള്ളപ്പോഴാണ് മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനപ്പാടമാക്കിയത്. വിശുദ്ധ ഖുർആൻ ഒന്നാകെ മനപ്പാടമാക്കിയത് 7 വയസ്സുള്ളപ്പോ. നമ്മുടെ മക്കളെ കൊണ്ടത് സാധ്യമാണോ? 12 വയസ്സുള്ളപ്പോഴാണ് ദാറുൽ ഇഫ്തായിലേക്ക് മഹാനവറുകളെ നിയമിക്കപ്പെടുന്നത്. മക്കയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ, ഈജിപ്തുകാർ, ഇറാഖുകാരൊക്കെ യൗവനത്തിലെ പ്രാഗൽഭ്യം മനസ്സിലാക്കിയ ഇമാമുന ശാഫിഈ തങ്ങൾ 12 വയസ്സുള്ളപ്പോഴാണ് ഫത്വ കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. 12 വയസ്സുള്ളപ്പോ ഫത്വ കൊടുക്കുകയാണ്. 12 വയസ്സുള്ളപ്പോൾ 12കാരനായിരിക്കെ 60ഉം 70ഉം കഴിഞ്ഞ മഹാപണ്ഡിതന്മാർ ഇമാമുന ശാഫിഈ തങ്ങളോട് വന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ, അത്രയും പ്രാഗൽഭ്യമുള്ള, സമയത്തിന്റെ വില മനസ്സിലാക്കി ത്യാഗം ചെയ്തു, വിജ്ഞാനത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് ഇറങ്ങി ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു. പ്രിയപ്പെട്ട മോളുണ്ട് ഫാത്തിമ ബിന്തു ശാഫിഈ. ഇമാമുന ശാഫിഈ തങ്ങളുടെ മോളുണ്ട് ഫാത്തിമ എന്ന് പറയുന്ന മോള്. അവര് പറയുന്നു, വാപ്പ ചില രാത്രിയിലൊക്കെ എഴുന്നേൽക്കും, എന്നോട് പറയും, മോളെ വിളക്ക് കത്തിക്കും മോളെ. ഇന്നത്തെ പോലെ സ്വിച്ചിട്ടാ കത്തൂലല്ലോ, കല്ലുരസിയിട്ട് വേണം ഒരു വിളക്ക് കത്തിക്കാൻ, ഇത്ര പ്രയാസമാണ്. എന്നിട്ട് ഫായിദ, എന്തെങ്കിലും ഒരു മസാല കിട്ടി, അത് ഉറക്കത്തിലാ കിട്ടുന്നത്, ഉറങ്ങാൻ കിടക്കുമ്പോഴാ, പെട്ടെന്ന് എഴുന്നേറ്റത് എഴുതി വെച്ചു, അണച്ചോളൂ മോളെ, വാതിലടച്ചോളൂ, വിളക്കണച്ചോളൂ, കിടന്നുറങ്ങി. കുറച്ചുകൂടെ കഴിയും വീണ്ടും വിളിക്കും, മോളെ എഴുന്നേൽക്കും മോളെ, ഉപ്പാക്ക് വിളക്ക് വേണം. ഫാത്തിമ എന്ന പ്രിയപ്പെട്ട മോള് വിളക്ക് കത്തിച്ചു കൊടുക്കും. ഫായിദ വേറൊരു മസാല എഴുതി വെക്കും, വീണ്ടും കടന്നുറങ്ങും. അങ്ങനെ ചില ദിവസങ്ങളിൽ 70ഓളം തവണ ഒരൊറ്റ രാത്രിയിൽ വാപ്പാക്ക് വേണ്ടി ഞാൻ വിളക്ക് കത്തിച്ചു കൊടുത്ത ദിവസങ്ങളുണ്ട് എന്ന് ഫാത്തിമ ബിന്തു ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബീബി പറയുന്നുണ്ട്. വാപ്പാക്ക് വേണ്ടി 70 തവണ ഞാൻ വിളക്ക് കത്തിച്ചു കൊടുത്ത രാവുകളുണ്ട്. ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു, ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു. എന്തിനാണത്? റബ്ബേ, എന്റെ ജീവിതം ഞാൻ ഉറങ്ങി തീർക്കാനുള്ളതല്ല.
പലതും എനിക്ക് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്, അറിയാനുണ്ട്, പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇമാമുന ശാഫിഈ തങ്ങളെ ഗസയിൽ നിന്ന്, ഇന്നത്തെ ഫലസ്തീനിലെ ഗസയിൽ നിന്ന്, അവിടെയാണ് ഇമാം ശാഫിഈ തങ്ങൾ ജനിക്കുന്നത്, ഗസയിലാണ്. ഗാസ എന്ന് പറയില്ലേ മലയാളത്തെ പത്രങ്ങളിലൊക്കെ, ഗസയാണത്. ഗസയിൽ നിന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ 10 വയസ്സ് പ്രായമായപ്പോഴേക്കും പഠനയാത്ര തുടങ്ങിയിട്ടുണ്ട് മക്കയിലേക്ക്. പ്രിയപ്പെട്ട ഉമ്മയാ കൊണ്ടു നടക്കുന്നത്, മോനെ പോയി പഠിക്ക്. നമുക്കെമ്പാടും സ്ഥാപനങ്ങളുണ്ട് പഠിക്കാനുള്ള, ദീനീ സ്ഥാപനങ്ങൾ. 5 പൈസ കൊടുക്കാതെ തന്നെ മതഭൗതിക വിദ്യാഭ്യാസം കിട്ടുന്ന എത്രയോ സമുന്നയ സ്ഥാപനങ്ങളില്ലേ. നമ്മുടെ വാഫി കോളേജുകൾ, ദാറുൽ ഹുദയുടെ സഹസ്ഥാപനങ്ങൾ, നന്ദി ദാറുസ്സലാം, ഒരുപാട് ത്യാഗീവര്യന്മാരായ സച്ചരിതരുടെ കൈകളാൽ സ്ഥാപിക്കപ്പെട്ടത്. ഒന്നും വേണ്ട, നിങ്ങൾ കൊണ്ടുപോയി മക്കളെ ഏൽപ്പിച്ചാൽ മതി. നമ്മളെ കൊണ്ടാകുന്നുണ്ടോ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ, ഒരു മോളെ ഹാഫിളാക്കാൻ, ഒരു മോനെ ഹാഫിളാക്കാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ടോ? നമ്മൾ പോകുന്നുണ്ട്, 10 ലക്ഷവും 50ഉം 60ഉം ലക്ഷം കെട്ടിവെക്കുന്നിടത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എന്തായി? കല്യാണം കഴിഞ്ഞു, അവനവന്റെ പാട്ടിന് പോയി. അവനും ഭാര്യയും സുഖമായി പാരീസിൽ താമസിക്കുന്നു, ലണ്ടനിൽ താമസിക്കുന്നു. ഉമ്മയും വാപ്പ ആരാ കൂടെ? ആരുള്ള ഒരു നഴ്സുണ്ട് വീട്ടിൽ, ഒരു നഴ്സുണ്ട്. നമ്മുടെ മക്കൾ അങ്ങനെ ആയി പോകുന്നത് എന്തുകൊണ്ട്? ലക്ഷ്യബോധത്തോടുകൂടെ മക്കളെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവരാത്തതിന്റെ പേരിൽ, ഇമാമുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട ഉമ്മ, അന്ന് ചെറുപ്പകാലത്ത് വാപ്പ മരിച്ചുപോയപ്പോ, ഭർത്താവ് മരിച്ചുപോയപ്പോ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വന്ന ചെറിയ കുട്ടിയെ സൂക്ഷ്മതയോടുകൂടെ വളർത്തിക്കൊണ്ടുവന്ന ഉമ്മയാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ. ഈ സമൂഹത്തിന്റെ മുൻഗാമികളിൽ കഴിഞ്ഞുപോയ മഹാഗോപുരങ്ങളാണ്, വിജ്ഞാനത്തിന്റെ ജ്യോതിസുകളാണ് ഇമാമുന അഹ്മദ് തങ്ങളെ പോലെയുള്ളവര്. അവരാണ് സലഫ് സ്വാലിഹീൻ എന്ന് പറയാൻ, മുൻഗാമികളായ സച്ചരിതരായ ആളുകൾ. പ്രിയപ്പെട്ട ഉമ്മ, ഈ കൊച്ചുമോനെ ഫജ്ർ നിസ്കാരത്തിന്, സുബ്ഹി നിസ്കാരത്തിന് വിളിക്കും. മോനെ രാത്രി ഒറ്റക്ക് നടക്കാൻ കഴിയില്ല, വെളിച്ചമില്ലാത്ത നേരം. ഉമ്മ കൂടെ ചെന്ന് നിസ്കാരം കഴിയുന്നവരെ മോനെ കാത്തിരിക്കും വഴിയിൽ. എന്നിട്ടാ മോന്റെ കൈപിടിച്ച് സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച് മോനെ കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരും വീട്ടിലേക്ക്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളെ നമ്മൾ ആരെങ്കിലും സുബ്ഹി നിസ്കാരത്തിന് വിളിച്ച് എഴുന്നേൽപ്പിക്കാറുണ്ടോ? എഴുന്നേൽക്കില്ല എന്ന് മക്കൾ പറയുമ്പോ മുഖത്തേക്ക് ഒരൽപ്പം വെള്ളം തെളിച്ചുകൊണ്ടെങ്കിലും ഉറക്കച്ചടവ് തീർത്തുകൊണ്ട് മക്കളെ എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കാറുണ്ടോ? പാതിരാവുകളോളം, പാതിരാത്രിയോളം അരുതാത്തത് കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ സമയം കളഞ്ഞ് ഉറക്കച്ചടവിൽ കിടക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരെ, യൗവനം നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്ന യുവാക്കളെ, ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിച്ചോ? ചെറുപ്പക്കാരാ, നീ നിന്റെ ജീവിതത്തിന്റെ വില മനസ്സിലാക്കിയോ? യൗവനം ഉപയോഗപ്പെടുത്തിക്കോ. നിനക്ക് വാർദ്ധക്യം വരാനിരിക്കുന്നുണ്ട്. സമയം അമൂല്യമാണ്, വളരെ വിലപ്പെട്ടതാണ്. അൽ വഖ്തു സൈഫുൻ ഇല്ലം ഖതഅക്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു അങ്ങനെയാണ് പഠിക്കാൻ ഒരുങ്ങുന്നത്. 10 ലക്ഷം ഹദീസ് ഇമാമുന അഹ്മദ് തങ്ങൾക്കറിയാമായിരുന്നുവെന്ന് റിവായത്തുകളുണ്ട്. ചിലത് 7 ലക്ഷം ഹദീസ്. ഇമാമുന ശാഫിഈ തങ്ങൾക്ക് 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമുണ്ടായിരുന്നു അത്രേ. 10 ലക്ഷം ഹദീസ്. സുബ്ഹാനല്ലാഹ്, 10 ലക്ഷം ഹദീസ്. അല്ലാമ അബൂ സുർഅ റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് 10 ലക്ഷം ഹദീസ് അറിയുമെന്ന് പറഞ്ഞപ്പോ ആളുകൾ ചോദിച്ചു, യാ അബൂ സുർഅ, നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു 10 ലക്ഷം അറിയാമെന്ന്? നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു 10 ലക്ഷം അറിയാമെന്ന്? അപ്പൊ പറഞ്ഞു, റാജഅതുഹു മാ അഹ്മദ്. അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇരുന്ന് 10 ലക്ഷം ഹദീസുകൾ ഞാൻ എന്റെ കൂടെ ഇരുന്നവർ എനിക്ക് ഓതി തന്നിട്ടുണ്ട്. 10 ലക്ഷം ഹദീസുകളുടെ മനഃപ്പാഠമാക്കിയത് ശരിവെച്ചുകൊണ്ട് എനിക്ക് ഓതി തന്നിട്ടുണ്ട്. ഞാനത് കേട്ട ആളാണ്. 10 ലക്ഷം ഹദീസ് ഓതി കേൾക്കണമെങ്കിൽ എത്ര മാസങ്ങൾ കൂടെ ഇരിക്കണം? എത്ര മാസങ്ങൾ ഇരിക്കണം? നമ്മൾ 2 മണിക്കൂർ പ്രഭാഷണം വാത് കഴിയുമ്പോഴേക്കും എടുത്തു, 3 മണിക്കൂറാകുമ്പോഴേക്കും ചടച്ചു. നമ്മൾക്കൊണ്ടാവില്ല. എഴുന്നേറ്റോടുകയാണ്. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു മൈസാൻ നദിയുടെ മുമ്പിൽ വന്നിട്ട് കയ്യിലുള്ള ഉണക്കറൊട്ടി ആ വെള്ളത്തിൽ ഒപ്പിവെച്ചിട്ട് വേണം അവർക്ക് തിന്നാൻ. കറിയില്ല റൊട്ടിക്ക്, ഉണക്കറൊട്ടിയാണ്. മാമുന മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ഹാദൽ ഇൽമ
ലാ യഅതി ബിറാഹത്തിൽ ബദൻ, ശരീരത്തിന്റെ സുഖത്തോടുകൂടെ ഈ ഇൽമു നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ആഡംബരത്തിൽ ജീവിച്ചാൽ ഇൽമു പഠിക്കാൻ കഴിയില്ലത്രേ, സുഖത്തോടുകൂടെ ജീവിച്ചാൽ ഇൽമു പഠിക്കാൻ കഴിയില്ലത്രേ. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു തആല അൻഹു മൈസാൻ നദിയുടെ മുമ്പിൽ വന്നിട്ട് ആ വെള്ളത്തിന്റെ കരക്കിരുന്ന് മഹാനവറുകൾ കിതാബ് രചനയിലാണ്, പഠനത്തിലാണ്. ആ സമയം വെള്ളത്തിൽ റൊട്ടി മുക്കി വായിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴേക്കും ഒരു ഹദീസ് ഓർമ്മ വന്നു. റൊട്ടി താഴെ വെച്ച് എഴുതുകയായി. അങ്ങനെ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ പോയിട്ടുണ്ട് മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു. മഹാനവറുകളാണ് പറഞ്ഞത്, എന്നെങ്കിലും ഞാൻ മരിക്കുന്ന സമയത്ത് ഒരു തണുപ്പ് കാലമാണെങ്കിൽ ആ തണുപ്പ് കാലത്ത് ഐസുറഞ്ഞു കിടക്കുന്ന വെള്ളം ഒരൽപ്പം ചൂടാക്കിയെടുക്കാൻ, ഐസായി കിടക്കുന്ന വെള്ളം ചൂടാക്കാൻ വിറക് ആവശ്യമായി വരികയാണെങ്കിൽ കിതാബ് രചനയ്ക്ക് വേണ്ടി ഞാൻ പേന മൂർച്ച കൂട്ടുമ്പോൾ, അന്ന് തലമെന്ന് പറഞ്ഞാൽ തന്നെ ചെത്തിയെടുക്കുന്ന സാധനം എന്നാണ്. അന്ന് മുളവടി പോലെ മഷിയിൽ കുത്തിയിട്ട് വേണം രണ്ടക്ഷരം എഴുതുമ്പോഴേക്കും മഷി തീരും. അടുത്തത് കുത്തണം, വീണ്ടും എഴുതണം, അടുത്തത് കുത്തണം, വീണ്ടും എഴുതണം. സുബ്ഹാനല്ലാഹ്, എത്ര ഗ്രന്ഥരചനകൾ നടത്തിയവരൊക്കെ, എത്ര ഗ്രന്ഥരചനകൾ. നമുക്കൊന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു പുസ്തകം വായിക്കാൻ പറ്റുന്നുണ്ടോ? എന്തേ നമുക്ക് ഇങ്ങനെ ആയിപ്പോയതെന്ന് വലിയ അത്ഭുതം. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു തണുപ്പ് കാലത്തോ ശൈത്യകാലത്തോ എന്റെ ജനാസ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ പേന ചെത്തിയെടുത്ത എന്റെ പേനയുടെ അവശിഷ്ടങ്ങളുണ്ട്, അതെടുത്ത് വേണം എന്നെ കുളിപ്പിക്കാൻ, അതെടുത്ത് വേണം എന്റെ വെള്ളം ചൂടാക്കാൻ. വസിയത്തുണ്ടായിരുന്നു. മഹാനവറുകൾ വഫാത്തായപ്പോ പേന ചെത്തിയ വേസ്റ്റുകൾ മുഴുവൻ എടുത്തിട്ടും വെള്ളം ചൂടായിട്ടും ആ പേനയുടെ വേസ്റ്റുകൾ ബാക്കിയായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അത്രയും ഗ്രന്ഥരചന നടത്തിയ അല്ലാമ ഇബ്നുൽ ജൗസി ഒരു റൊട്ടി കഷ്ണം നനച്ചത് പുഴയിലാമുക്കുന്നത്. ചെറുപ്പക്കാരെ വിശിഷ്ടമായ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് മാത്രം ബൈക്കെടുത്ത് കാറെടുത്ത് റെസ്റ്റോറന്റുകൾ ഊരു ചുറ്റുന്ന ചെറുപ്പക്കാരെന്ന് ആലോചിക്ക്. ജീവിതത്തിൽ ഇത്രത്തോളം നിഅമത്ത് അല്ലാഹു നൽകിയിട്ട് നിന്റെ ബുദ്ധിയെ പരിപോഷിപ്പിക്കാൻ നീ എന്ത് ചെയ്തു? നിന്റെ ആമാശയം പരിപോഷിപ്പിക്കാൻ കോഴിക്കോട് ടൗണിലെ റെസ്റ്റോറന്റുകളിൽ രുചിച്ചു നോക്കാത്ത, പോയിരിക്കാത്ത ടേബിളുകളില്ല. പക്ഷേ നിന്റെ തലച്ചോറിന് ഭക്ഷണം കൊടുക്കാൻ നീ എന്ത് ത്യാഗം ചെയ്തു? എന്ത് ത്യാഗമാണ് നീ ചെയ്തത്? എന്റെ ഉമ്മത്തികൾക്കൊരു കാലഘട്ടം വരും, ഹമ്മുഹുമുൽ ബത്നു വൽ ഫർജ്, എന്റെ സമൂഹത്തിന്റെ ലക്ഷ്യം ആകെ ഭുജിക്കണം, ഭോഗിക്കണം. ഇത് രണ്ടുമായിരിക്കും. ഭക്ഷണം കഴിക്കുക, ഏതെങ്കിലും പെൺകുട്ടികളെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുക. ഇങ്ങനെ ഭോഗവും ഭുജിക്കലും മനുഷ്യന് ലക്ഷ്യമാകുന്ന കാലം അന്ത്യനാളിന്റെ അടയാളങ്ങളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാമ ഇബ്നുൽ ജൗസി പോലെയുള്ള പരിശ്രമങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറുത് നമ്മളെ കൊണ്ട് ചെയ്യാനായോ? അല്ലാമ ഇബ്നു അഖീൽ, അബുൽ വഫാ ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു കിതാബുൽ ഫുനൂൻ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയ മഹാൻ. കിതാബുൽ ഫുനൂൻ എത്രയാണ് ഗ്രന്ഥത്തിന്റെ വലുപ്പം എന്നറിയോ? 800 മുജല്ലദ്, 800 വോള്യങ്ങളാണ് കിതാബുൽ ഫുനൂൻ മാത്രം. 800 വോള്യം. 800 വോള്യം എന്ന് പറയുന്നത് ഓരോ വോള്യം 600 വറഖ, 600 പേജുകൾ ഉണ്ടാകുമ്പോഴാണ് അറബിയിൽ ശരാശരി ഒരു മുജല്ലദ് എന്ന് പറയാ. ഒരു വോള്യം എന്ന് പറയണമെങ്കിൽ മിനിമം അതിൽ 600 പേജ് വേണം. അങ്ങനത്തെ എത്ര വോള്യമാണ് കിതാബുൽ ഫുനൂൻ എന്നറിയോ? 800 വോള്യം. ലൈബ്രറി നിറഞ്ഞു പോകും, പുരയിടം നിറഞ്ഞു പോകും. മഹാനായ അല്ലാമ അബുൽ വഫാ ഇബ്നു അഖീൽ തങ്ങളുടെ കിതാബുൽ ഫുനൂൻ മാത്രം വീട്ടിൽ വെച്ചാൽ നിറഞ്ഞു പോകും. ഇതൊക്കെ ഒരായുഷ്കാലത്ത് ചെയ്ത ത്യാഗമാണ്. ഒരായുഷ്കാലത്തിന്റെ ത്യാഗം. നമ്മൾ ഡിഗ്രി എടുത്തു, PG എടുത്തു, മടുത്തു, കഴിഞ്ഞു, ഇനിയിപ്പോ എങ്ങനെ ജീവിച്ചു പോട്ടെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്താ ചെയ്യുന്നത്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബഥാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തിൽ ഇരിക്കല്ലേ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على
മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. സമയം വളരെ പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത്. നമ്മുടെ വിഷയാവതരണം തുടങ്ങി 55 മിനിറ്റ് കഴിഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞ 1 മണിക്കൂറായി. എത്ര പെട്ടെന്നാണ് റബ്ബേ. സമയം ഓടുകയാണ്. അതുകൊണ്ട് നമ്മളും സമയത്തോടൊപ്പം ഓടുന്നു. സമയം വിലപ്പെട്ടതാണ്. വെറും വർത്തമാനം പറഞ്ഞ് നശിപ്പിക്കാൻ നേരമില്ല. മഹാനായ ലോകപ്രസിദ്ധനായ ഖുർആൻ മുഫസ്സിറുണ്ട് മുഹമ്മദ് ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു. അല്ലാമ ത്വബരി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇബ്നു ജരീർ ത്വബരി തങ്ങൾ ശിഷ്യഗണങ്ങളോടാണ് ചോദിച്ചത്. ശിഷ്യന്മാരോട് ചോദിച്ചു, അല്ലാമ ഇബ്നു ജരീർ തങ്ങൾ, നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ എഴുതിക്കൂടെ, അതിന്റെ വ്യാഖ്യാനം എഴുതിക്കൂടെ? അപ്പോൾ ചോദിച്ചു, എത്ര പേജ് കാണും? പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം, നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ശിഷ്യന്മാരോട് പറയാം. ഇന്ന് നമുക്കുണ്ട് തഫ്സീർ ത്വബരിയുണ്ട്, ഇബ്നു ജരീർ ത്വബരിയുടെ തഫ്സീറുണ്ട്, മുഹമ്മദ് ഇബ്നു ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരൊക്കെ സമയത്തിന്റെ വില ഇങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിൽ, അവരൊക്കെ നമ്മൾ ജീവിച്ച പോലെ ജീവിക്കുകയായിരുന്നുവെങ്കിൽ വല്ല വിജ്ഞാനീയവും നമ്മുടെ കയ്യിലേക്ക് എത്തുമോ? വല്ലത് നമുക്ക് കിട്ടുമോ? നമ്മുടെ ആമാശയത്തിനല്ലാതെ ബുദ്ധിക്ക് വല്ല ഭക്ഷണവും കിട്ടുമായിരുന്നോ? മഹാനവറുകൾ പറഞ്ഞു, 30,000 പേജുകളിൽ നമുക്ക് ഖുർആനിന്റെ തഫ്സീർ എഴുതണം. 30,000 പേജുകൾ. ശിഷ്യന്മാർ പറഞ്ഞു, ശൈഖവറുകളെ, ഇത് കൂടുതലാണ്. തഫ്നൽ ഹയാ, മരിച്ചു പോകുമല്ലോ, ജീവിതം അവസാനിക്കുമല്ലോ. 30,000 പേജൊക്കെ എഴുതി തീരുമ്പോ DTP ഇല്ലാന്നറിയണം. കീബോർഡിലല്ലായി ടൈപ്പ് ചെയ്യുന്നത്, സ്മാർട്ട് ഫോണുകളെല്ലാം ഉപയോഗിക്കുന്നത്. മഷിയിൽ കുത്തി വേണം. 2 അക്ഷരം എഴുതുമ്പോഴേക്ക് മഷി തീർന്നു. കുപ്പിയിൽ വീണ്ടും കുത്തണം, അടുത്ത 2 അക്ഷരം തീർന്നു. ഒരു വാക്ക് എഴുതാൻ പോലും കഴിയില്ല ഒരു ഇരുത്തത്തിൽ. ഇന്നത്തെ പെന്നുകളല്ല, പേനയല്ല. 30,000 എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ശൈഖ് അവറുകളെ, കൂടുതലാണ്. ചുരുക്കി തരാൻ ഡിസ്കൗണ്ട് കിട്ടുമോ? ഡിസ്കൗണ്ട് വേണമെന്ന് പറഞ്ഞു. 3,000. എന്നാ നമുക്ക് 3,000 പേജുകളിൽ തഫ്സീർ എഴുതാം. ഓക്കെ അല്ലേ? ഓ, റെഡി. 3,000 പേജുകളിൽ തഫ്സീർ എഴുതി മഹാനായ ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു. ഇന്നിപ്പോ ടീച്ചർമാർ വല്ല അസൈൻമെന്റ് മക്കൾക്ക് കൊടുത്താലേ 10 പേജ്, അമ്മ എന്റെ കൈ കുഴഞ്ഞു, എന്റെ കൈ ഒടിഞ്ഞു, നാളെ സ്കൂൾ പോണില്ല, ലീവാണ്. നമ്മളെ മക്കൾ അങ്ങനെയാണ് ഇപ്പോ. ടീച്ചറെ, എന്നാ നീ തീരാ, എഴുതി മടുത്തു, അവസാനിക്കൂലേ? 2 പേജ് എഴുതുമ്പോഴേക്ക് നമ്മളെ കൊണ്ടായില്ല, മടുത്തു. 3,000 പേജുകളിൽ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ 30,000 പേജുകൾ എഴുതാൻ തീരുമാനിച്ച് 3,000 രത്ന ചുരുക്കമായി തന്നു മഹാനായ അല്ലാമ ഇബ്നു ജരീർ, മുഹമ്മദ് ഇബ്നു ജരീർ ത്വബരി തങ്ങൾ. ആ തഫ്സീർ നമ്മുടെ മുമ്പിലുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് കുട്ടികളോട് ചോദിച്ചത്, മക്കളെ, നമുക്ക് ലോക ചരിത്രം എഴുതി വെച്ചുകൂടെ? ലോക ചരിത്രം മില്ലദുൻ ആദം അലൈഹിസ്സലാം ഇലാ യൗമിനാ, ആദം നബി മുതൽ ഈ ദിവസം വരെയുള്ള മനുഷ്യ ഉൽപ്പത്തി മുതൽ ഇന്നേ വരെയുള്ള മനുഷ്യ ചരിത്രം നമുക്ക് എഴുതിക്കൂടെ? ശിഷ്യന്മാര് ചോദിച്ചു, എത്ര പേജ് വരും? 30,000 വറഖ, 30,000 പേജുകൾ. ടു മച്ച്, കഴിയില്ല, മരിച്ചു പോകുമല്ലോ, ജീവിതം അവസാനിക്കുമല്ലോ. 30,000 വേണ്ട ശൈഖേ, ചുരുക്കാൻ പറ്റുമോ? ഡിസ്കൗണ്ട് വല്ലതുണ്ടോ? ഡിസ്കൗണ്ട് ചോദിക്കും ടെക്സ്റ്റൈൽസിലോടെ മുടി പോയിട്ടില്ലേ? 30,000 പേജുകളാവില്ലല്ലോ, ജീവിതം തീർന്നു പോവില്ലേ? അപ്പോഴാണ് അല്ലാമ ത്വബരി തങ്ങൾ താരീഖ് എഴുതി, ചരിത്രം എഴുതിയത്. 30,000 ഷോർട്ട് ചെയ്തു. 3,000 പേജുകളിൽ ലോക ചരിത്രം എഴുതി മഹാനായ അല്ലാമ ത്വബരി റളിയല്ലാഹു തആല അൻഹു. ആയുഷിലെ ബർക്കത്താണ് ഇതൊക്കെ. ഈ ത്യാഗല്ലേ. നമ്മളൊക്കെ എന്ത് ചെയ്തു, എന്ത് നമ്മൾ ചെയ്തു? ആലോചിക്കും മുഅ്മിനീങ്ങൾ, നമ്മൾ എന്ത് ചെയ്തു? കുറെ കാലം ജോലി ചെയ്തു, പഠിച്ചു, ജോലി കിട്ടി, കുട്ടികളെ മക്കളായിട്ട് ജീവിക്കുന്നു. 1 വർഷം ഞാൻ മരിച്ചു, തീർന്നു. അങ്ങനെപ്പോ മൃഗങ്ങളൊക്കെ കുട്ടികളെ മക്കളായിട്ട് ജീവിക്കണില്ലേ? അവരൊക്കെ കുട്ടികളെ മക്കളായിട്ടല്ലേ ജീവിക്കണത്? അവര് ജീവിക്കും, അവര് മരിച്ചു, നമ്മൾ മരിച്ചു, നമ്മൾ പിന്നെ കബറൊക്കെ വെച്ചിട്ട് ആദരവോടുകൂടെ മറവ് ചെയ്യുന്നുണ്ട്. അവരങ്ങനെ ചത്തുടങ്ങി പോകുന്നു. എന്തിന് വന്നു? എന്തേ ഇപ്പൊ നമ്മൾ ചെയ്തത്? ഒന്നും ചെയ്തില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി ഉമ്മത്തിനോട് പറഞ്ഞത്, നിങ്ങൾ എന്താ നന്മകൾ എന്ത് കണ്ടാലും മുന്നോട്ട് വരണം. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ചോദിച്ചത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കവിരിക്കുന്ന സദസ്സിനോട്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമാ,
നിങ്ങളിൽ ആരെങ്കിലും നോമ്പെടുത്ത ആളുകളുണ്ടോ? ഈ കൂട്ടത്തിൽ സുന്നത്ത് നോമ്പെടുത്ത ആളുകൾ. അന്ന് റമദാനായിരുന്നില്ല. ആരും കൈപൊക്കിയില്ല, ഒരാൾ മാത്രം കൈപൊക്കി. അത് മഹാനായ ഹബീബിന്റെ കൂട്ടുകാരൻ, 60 കൊല്ലത്തെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൻ അസ്ബഹ മിൻകുമുൽ യൗമ അത്അമ മിസ്കീനൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? അവർ ഭക്ഷണം കൊടുക്കുന്ന ആളുകളാണ്. പക്ഷേ അന്ന് ആ പർട്ടിക്കുലർ ഡേ ഒരാൾ മാത്രം സദസ്സിൽ നിന്ന് അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട്, ഇന്ന് ഞാൻ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ടാ വരുന്നത്. മൂന്നാമത് ഹബീബിന്റെ ചോദ്യം വന്നു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ ആദ മരീദാ, നിങ്ങളിൽ ആരാണിന്ന് ഒരു രോഗിയെ പോയി സന്ദർശിച്ചത്? രോഗിയെ പോയി സന്ദർശിച്ചിട്ടുണ്ടോ? കോഴിക്കോട് നഗരപരിസരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഇത്രത്തോളം കൂലി കിട്ടുന്ന ഒരു പണി വേറെയുണ്ടോ? എത്ര ഹോസ്പിറ്റലുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു പണിയില്ലെങ്കിൽ ഒന്ന് കയറിയിറങ്ങ്. എമ്പാടും ടൂർ പോകുന്ന ചെറുപ്പക്കാരോടൊരു അപേക്ഷയുണ്ട്, എപ്പോഴെങ്കിലും നമ്മുടെ പരിസരത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഒന്ന് കയറിയിറങ്ങ്. മെഡിക്കൽ കോളേജ് ധാരാളമല്ലേ? ജീവിതം ബോറടിച്ചു എന്ന് ഓരോ ഗെയിം കഴിയുമ്പോ, സിനിമ കണ്ടു കഴിയുമ്പോ മടുത്തു, ജീവിതം ബോറടിക്കുന്നു എന്ന് ഇഷ്ടം പോലെ കയ്യിൽ കാശിൽ വെച്ച് നടക്കുമ്പോ ഒന്ന് മെഡിക്കൽ കോളേജ് വരെ പോയി നോക്ക്. ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എത്രയൊക്കെയാണ്. ജീവിതത്തോട് പെടാപാടുപെട്ട് ശ്വാസോച്ഛ്വാസം പോലും ആർട്ടിഫിഷ്യലായി നൽകിയിട്ട് കഴിയുന്ന രോഗികളെ പോയി കാണ്. നീ അറിയേ നിന്റെ ജീവിതത്തിൽ എത്ര സൗഭാഗ്യങ്ങളുണ്ട്. ഇല്ലായ്മയും വല്ലായ്മയും മാത്രം പറയുന്നവർ, എനിക്കതില്ല ഇതില്ല എന്ന് പറയുന്നവർ, ജീവൻ മരണ പോരാട്ടം നടത്തുന്ന നമ്മുടെ തൊട്ടടുത്ത് വിളിച്ചാൽ കേൾക്കുന്ന തൊട്ടടുത്ത ബേബി ഹോസ്പിറ്റൽ, നാഷണൽ ഹോസ്പിറ്റൽ ഇവിടെ, PVC ഇവിടെ കിടക്കുന്നു, മെഡിക്കൽ കോളേജ് അവിടെ കിടക്കുന്നു, എത്ര ഹോസ്പിറ്റലുകൾ, മിംസിത അവിടെ കിടക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ. ഒരു നേരം എനിക്ക് കസേരയിലെങ്കിലും ഒന്ന് ഇരിക്കാനുള്ള പാവത്തിൽ ആ ഒരു പരുവത്തിലേക്കൊന്ന് മാറിയിരുന്നെങ്കിൽ ചിലരുടെ ആഗ്രഹം അതാണ്. അല്ലാഹുവേ, കസേരയിൽ പോയി ഇരിക്കാൻ 2 മണിക്കൂർ ഊരവേദന ഇല്ലാതെ ഇരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നുവെങ്കിൽ, തൊട്ടടുത്ത് നടക്കുന്ന വല്ല വാദമുണ്ടെങ്കിൽ എനിക്കൊന്നു പോയി ഇരിക്കാൻ കൊതിയുണ്ടായിരുന്നു. ആളുകൾ അങ്ങനെ കൊതിക്കുന്നുണ്ട്. അല്ലാഹുവേ, എന്റെ കാലുകൾക്ക് നിൽക്കാൻ കെൽപ്പുണ്ടായിരുന്നെങ്കിൽ, ചെയറില്ലെങ്കിലും ഒന്ന് നിന്നുകൊണ്ടെങ്കിലും ഞാൻ പോയി കേട്ടേനെ എന്ന് കൊതിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. ചെന്ന് നോക്കിൻ ജീവിതത്തിന്റെ വില എത്രയാണെന്ന്. ഓരോ മണിക്കൂറിനും കൊടുക്കുന്ന ഓക്സിജന്, രോഗിയുടെ ജീവൻ നിലനിൽക്കാൻ കൊടുക്കുന്ന മരുന്നുകൾക്ക്, മരുന്ന് ഷോപ്പിൽ പോയിട്ട് ബില്ല് കെട്ടുന്ന നേരത്താൻ ഞെട്ടിപ്പോകുന്നത്. യാ അല്ലാഹ്, ഒരു ഫീസും കൊടുക്കാതെ സർവേശ്വരനായ സട്ടാവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യഥേഷ്ടം ശ്വസിക്കാനുള്ള സംവിധാനം നമുക്ക് തന്നപ്പോ ആ ജീവിതത്തിന്റെ ശ്വാസത്തിന്റെ വില അറിഞ്ഞോ? അതിന്റെ വില മനസ്സിലാക്കിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സബഅ ജനാസ, നിങ്ങളിൽ ആരാണ് ഒരു മയ്യത്തിന്റെ കൂടെ ഫ്യൂനറൽ ഫംഗ്ഷനിൽ പോയത്? മയ്യത്തിന്റെ ജനാസയെ മറവ് ചെയ്യാൻ വേണ്ടി കൂടെ പോയ ആളുകളുണ്ടോ? ഇന്ന് ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ? സദസ്സിൽ നിന്ന് ഒരാൾ മാത്രം കൈപൊക്കി. അത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോഴല്ലേ നബി തങ്ങൾ പറഞ്ഞത്, യാ അബൂബക്കർ, അബൂബക്കറേ, ഈ 4 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അവർക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലമാ പറയും, ലൗ സാദ റസൂലുള്ളാഹി ലസാദ അബൂബക്കറിൻ. നബി തങ്ങൾ 4 ചോദ്യമാ ചോദിച്ചത്. നബി തങ്ങൾ 5 എണ്ണം ചോദിക്കുമെങ്കിൽ 5 സിദ്ദീഖ് തങ്ങളുടെ കയ്യിൽ മറുപടി ഉണ്ടായേനെ. സബ്ബാഖുൻ ഇലൽ ഖൈർ, നന്മയിലേക്ക് ഓടുകയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ നന്മകളും എനിക്ക് വേണം. അതുകൊണ്ടാണ് നോമ്പിഷ്ടപ്പെട്ട ആളുകളെ റയ്യാനിലൂടെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടിരുന്ന് ഇങ്ങനെ കേൾക്കാണ്. സ്വതക്ക ഇഷ്ടപ്പെട്ട ആളുകളെ ബാബു സ്വതക്കയിലൂടെ വിളിക്കുമെന്ന് പറഞ്ഞു. നിസ്കാരം ഇഷ്ടപ്പെട്ട ആളുകളെ ബാബു സ്വലായിലൂടെ, അങ്ങനെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും വിളി വരുമെന്ന് പറഞ്ഞപ്പോഴാണ് സിദ്ദീഖ് തങ്ങളുടെ ഒരു സംശയം. നമ്മളൊക്കെ എന്താ വിചാരിക്കുക, ഏതെങ്കിലും ഒരു വഴിക്ക് വിളിച്ചാൽ മതി. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുകയാണെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ നബിയേ?
നിസ്കാരം മാത്രമല്ല ഇഷ്ടപ്പെടുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത് മാത്രമല്ല, യതീമുകളുടെ സംരക്ഷണം മാത്രമല്ല, ഇൽമിന്റെ പ്രസരണം മാത്രമല്ല, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പല് മാത്രമല്ല, എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെടാൻ ആഗ്രഹമുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അവരിൽപ്പെട്ടവരാണെന്ന്. അംബിയാന്റെ സ്ഥാനം കഴിഞ്ഞാൽ സിദ്ദീഖീങ്ങളിൽ ആദ്യം വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 60 വയസ്സുള്ളപ്പോഴാ ഈ ഹദീസിന്റെ അനുഭവം ഉണ്ടായതെന്ന് മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്. 60 വയസ്സുള്ളപ്പോഴാണ് ഈ ചോദ്യം. രോഗിയെ സന്ദർശിച്ചു, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തു, ജനാസയെ അനുഗമിച്ചു, നോമ്പുകാരനാണ്. വയറ്റിൽ വിശപ്പിന്റെ കാഠിന്യം അറിയുമ്പോഴാണ് പാവപ്പെട്ടവന്റെ വിഷമമറിയുന്നത്. 60 വയസ്സുള്ളപ്പോഴാണ് ചോദ്യം, നബിയേ എല്ലാ നന്മകളും ഇഷ്ടപ്പെട്ട് സ്വർഗത്തിന്റെ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. വിശ്വാസികൾ ഇങ്ങനെയാണ്, എല്ലാ നന്മയിലേക്കും മുന്നിട്ട്, വിശേഷിച്ച് ഇൽമിന്റെ വഴിയിലേക്ക്, വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് ഓടി വരണം. ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണി വിജ്ഞാനീയങ്ങളാണ്, പഠിച്ചെടുക്കലാണ്. ദീനീ ക്ലാസുകൾ കേൾക്കുന്നത് അത് ഓൺലൈനോ ഓഫ്ലൈനോ സദസ്സിൽ ചെന്നിട്ടോ അല്ലാതെയോ വായിച്ചു പഠിച്ചിട്ടോ ഒരു ഉസ്താദിന്റെ ഗുരുനാഥന്റെ മുമ്പിൽ ചെന്നിരുന്നിട്ടോ പഠിച്ചെടുക്കിൻ. പഠനമല്ലാതെ നമ്മുടെ മുമ്പിൽ മനുഷ്യനായി വേർതിരിക്കുന്ന മറ്റെന്തുണ്ട്? പഠനമല്ലാതെ മറ്റെന്തുണ്ട്? പഠനമല്ലാതെ മനുഷ്യന് വില നൽകുന്ന മറ്റെന്താ ഉള്ളത്? അബൂ മുആവിയ റളിയല്ലാഹു അൻഹു, അബൂ മുആവിയ എന്ന് പറയുന്ന ഹാറൂൻ റഷീദിന്റെ കാലത്ത് അബൂ മുആവിയ തുത്വരീർ, കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന്, വലിയ പണ്ഡിതനാണ്, മഹാപണ്ഡിതനാണ്, കണ്ണിന് കാഴ്ചയില്ല. കൊട്ടാരത്തിലേക്ക് വന്നു, ഭക്ഷണം കഴിച്ചാൽ പിന്നെ കൈ കഴുകണല്ലോ. കണ്ണുള്ള ആളുകളൊക്കെ വെള്ളമെടുത്ത് കൈ കഴുകി. മഹാനായ അബൂ മുആവിയ അദ്ദരീർ റളിയല്ലാഹു അൻഹുവിന് കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോ ഹാറൂൻ റഷീദ് ചോദിച്ചു, യാ അബാ മുആവിയ, അബൂ മുആവിയ, കണ്ണ് കാണാത്ത അബൂ മുആവിയ തങ്ങൾ വിളിക്കുകയാണ്, യാ അബാ മുആവിയ, അറിയോ ആരാ നിങ്ങൾക്ക് കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു തരുന്നതെന്നറിയുമോ? അറിയില്ല. ഇത് ഞാനാണ്, അമീറുൽ മുഅ്മിനീനാണ്, ലോക മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയാണ്. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്ന ഹാറൂൻ റഷീദ് രാജാവ് തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, യാ അബാ മുആവിയ റഫഅകൽ ഇൽമ്, ഇൽമു നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു, ഇജ്ലാലൽ ഇൽമി, കണ്ണു കാണാത്ത ആളാണ്, പക്ഷേ നിങ്ങളുടെ പാണ്ഡിത്യത്തിന് ഞാൻ നൽകുന്ന വിലയാണിതെന്ന് പറഞ്ഞ് രാജാവാണ് കണ്ണു കാണാത്ത അബൂ മുആവിയ തങ്ങൾക്ക് കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇൽമു മനുഷ്യനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു. അല്ലാമ മക്ഹൂൽ റളിയല്ലാഹു അൻഹു, മുതഅല്ലിമീങ്ങളിൽ ഉസ്താദുമാരിൽ മക്ഹൂൽ എന്നവരെ കേൾക്കാത്തവരില്ല. കാന അബ്ദൻ റഖീഖ, അടിമയായിരുന്നുവല്ലോ മക്ഹൂൽ റളിയല്ലാഹു അൻഹു, അടിമയാണ്. ഈജിപ്തിൽ വെച്ചുകൊണ്ടാണ് അവരുടെ അടിമത്തം മോചിപ്പിക്കപ്പെടുന്നത്. അടിമത്ത മോചനം കിട്ടിയപ്പോ മഹാനവറുകൾക്ക് യഥേഷ്ടം നടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. എന്നിട്ട് പറഞ്ഞു, ഈജിപ്തിലുള്ള സർവ്വ പണ്ഡിതന്മാരെയും ഞാൻ കണ്ടു, അവരിൽ നിന്ന് മുഴുവനും ഞാൻ ഇൽമു പഠിച്ചെടുത്തു. ഈജിപ്തിൽ നിന്ന് മുഴുവൻ, കോഴിക്കോടുള്ള മുഴുവൻ, ഈ മഹല്ലിലുള്ള മുഴുവൻ ഇൽമു നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ഈജിപ്തിലെ മുഴുവനും പഠിച്ചു എന്ന് പറഞ്ഞു. അതും നിർത്തിയോ? മക്ഹൂൽ എന്നവരെ നിർത്തിയില്ല. അടിമയായിരുന്നവര് അടിമോചനം കിട്ടിയതിന്റെ ശേഷം പഠനയാത്രയാണ്, പഠിക്കാൻ വേണ്ടി ഇറങ്ങാം. വായിച്ച് തളരുമ്പോൾ എഴുതി, അത് തളരുമ്പോൾ പിന്നെയും വായിച്ച്, ഫഇദാ ഫറഗ്ത ഫൻസബ്, ഒരു കാര്യം തീർന്നാൽ അടുത്തതിലേക്ക് എഴുന്നേൽക്കുക. സുബ്ഹാനല്ലാഹ്, എന്തൊരു മനോഹരം. അവര് പറഞ്ഞു, ഇറാഖിലേക്ക് ഞാൻ പോയി. എന്താ ഇറാഖ്? വമാ അദ്റാക മാ ഇറാഖ്, എന്താണ് ഇറാഖ് എന്ന് പറയുന്നത്? വിജ്ഞാനത്തിന്റെ ഗോപുരങ്ങളല്ല ബഗ്ദാദിലും കൂഫയിലും ബസറയിലും കിടക്കുന്നത്. ഇറാഖിലെ മൊത്തം പണ്ഡിതന്മാരെ ഞാൻ ചെന്ന് കണ്ടു, അവരിൽ നിന്ന് ഞാൻ ഇൽമു പഠിച്ചു എന്ന് മക്ഹൂൽ എന്നവര്. ഈജിപ്ത് കഴിഞ്ഞു, ഇറാഖ് കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അച്ചൈതു മക്കത വൽ മദീന, മദീനയിലും മക്കയിലും ഞാൻ വന്നു, അവിടെ താലിമീങ്ങളിൽ നിന്ന് മുഴുവനും ഞാൻ ഇൽമു പഠിച്ചിട്ടുണ്ട്. മക്ഹൂൽ റളിയല്ലാഹു അൻഹു, മക്ഹൂൽ എന്നവര് പറയാൻ, അവിടുന്ന് മുഴുവൻ ഇൽമു പഠിച്ചു. മക്ക മദീനയിൽ നിന്ന് കഴിഞ്ഞില്ല. അച്ചൈതു ശാം, അത് മാത്രമേ ബാക്കിയുള്ളൂ. ഏഷ്യൻ കോണ്ടിനെന്റിൽ ഏറ്റവും കൂടുതൽ ഇൽമിന്റെ പ്രചരണം നടന്ന ഹിജാസിന്റെ അങ്ങറ്റം കിടക്കുന്ന ഷാമിൽ ഞാൻ ചെന്നു. ഷാമാണ് ഇന്നത്തെ ജോർദാൻ, ഇന്നത്തെ ഫലസ്തീൻ, ഇന്നത്തെ സിറിയ, ഇന്നത്തെ ലബനോൻ ഷാമാണ്. അവിടെ ചെന്ന് മുഴുവൻ പണ്ഡിതരെയും കണ്ട് ഞാൻ ഇൽമു പഠിച്ചിട്ടുണ്ട് എന്ന് അടിമത്ത മോചനത്തിന് ശേഷം മാത്രം
രാജ്യങ്ങൾ മുഴുവനും ജീവിതത്തിന്റെ ചര്യയായിരുന്നത്. അങ്ങനെ പഠനം നടത്തിയ മഹാനാണ്. നമ്മുടെ കിതാബുകളിൽ ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും ഒക്കെ ഇന്ന് ചൊല്ലിക്കൊടുക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാമ മക്ഹൂൽ റളിയല്ലാഹു അൻഹു. ഷാമും ഇറാഖും മക്കയും മദീനയും മിസ്റും എല്ലാം ഞാൻ പഠിച്ചു. ഇതൊക്കെ പറയണമെങ്കിൽ ധൈര്യം വേണ്ടേ? ഇത്രയും വലിയ പഠനം നടന്നു. അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കേൾക്കാത്ത ആളുകളുണ്ടോ പണ്ഡിതന്മാരിൽ? അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു കാന അബ്ദൻ ലിനിസാഇ മക്ക. മക്കയിലെ ചില പെണ്ണുങ്ങളുടെ അടിമയായിരുന്നു മഹാനവറുകൾ. സബ്ബത്തുൽ അൻഫ്, മൂക്കൊക്കെ ചപ്പിപ്പോയി, വളരെ വികൃതമായ രൂപമായിരുന്നു. കറുത്ത വർഗക്കാരനാണ്, കാണാൻ തീരെ ഭംഗിയില്ലാത്ത ആളാണ്. കാന അഅ്വറ. ചില തർജുമകളിൽ മഹാനവറുകളെ സംബന്ധിച്ച് പറയുന്നത് അവരുടെ ബയോഗ്രഫിക്കാണ് അറബിയിൽ തർജുമ എന്ന് പറയാം, നമ്മള് പരിഭാഷ എന്ന് പറയും. പക്ഷേ അവരുടെ ബയോഗ്രഫികളിൽ മഹാനവറുകൾ ഒറ്റക്കണ്ണുള്ള ആളായിരുന്നത്രേ. ഒരു കണ്ണേ ഉള്ളൂ, മൂക്ക് വളരെ ചപ്പിപ്പതിഞ്ഞത്, ശരീരം കറുത്തത്, അടിമയായിരുന്നു മക്കക്കാരുടെ. ആ മഹാനായ പണ്ഡിതനാണ് ലോക മുസ്ലിമീങ്ങൾക്ക് ഫത്വ നടക്കുന്ന. മക്കായിൽ ഒരു ആലിമ് പോലും ഫത്വ കൊടുക്കില്ലായിരുന്നു. മഹാനായ അതാ ഇബ്നു അബീ റബാഹ് എന്നവർ ജീവിച്ചിരിക്കുമ്പോ. എന്തുകൊണ്ട്? അടിമത്തത്തിൽ നിന്ന് മോചനം വിജ്ഞാനത്തിലൂടെയാണ്. നമ്മൾ വിചാരിച്ചു മനുഷ്യന് സ്ഥാനം കിട്ടുന്നത് പൈസയിലൂടെയാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ പൈസയ്ക്ക് പിന്നാലെ ഓടാൻ തുടങ്ങിയത്, അല്ലേ? അങ്ങനെ മനുഷ്യന്മാർ ചിന്തിക്കുക, പൈസ കൊണ്ടാണ് ജീവിതം എന്നാ ചിന്തിക്കുക. അതിനുവേണ്ടിയാണ് ഓട്ടം, പൈസയുണ്ടാക്കാനാണ് ഓട്ടം. നട്ടോട്ടം ഓടുന്ന നമ്മുടെ നഗരങ്ങളിലൂടെ, റോഡുകളിലൂടെ, വീഥികളിലൂടെ ഓടുന്ന ബസ്സുകളും കാറുകളും വാഹനങ്ങളും ബൈക്കുകളിൽ മുഴുവനും ബഹുഭൂരിപക്ഷം ഓടുന്നത്, ബഹുഭൂരിപക്ഷത്തിന്റെ യാത്രാ ലക്ഷ്യം ഒരു പക്ഷേ പൈസയുണ്ടാക്കലും സമ്പാദിക്കലും മാത്രമായിരിക്കണം. അതല്ലേ നടക്കുന്നത്. വിജ്ഞാനം തേടിയുള്ള യാത്ര എത്രയാ നടക്കുന്നത്? വളരെ കുറച്ച്. ത്യാഗം ചെയ്യാനുള്ള യാത്ര എത്രയാ നടക്കുന്നത്? വളരെ കുറച്ച്. മനുഷ്യൻ വിചാരിച്ചു സ്ഥാനം കിട്ടുന്നത് സമ്പത്തിലൂടെയാണെന്ന്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാലഘട്ടം വന്നിരിക്കുന്നു അല്ലാഹു തആല മഹത്വത്തിന്റെ മാപ്പിനികളായി വെച്ചത്, മഹത്വത്തിന്റെ ക്രൈറ്റീരിയനുകളായി വെച്ചത് മനുഷ്യൻ മാറ്റി എഴുതിയിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവർ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണെന്ന് അല്ലാഹു പറഞ്ഞു. മനുഷ്യൻ പറഞ്ഞു എന്ത്? അല്ല, അഅ്ളമുകും ബൈത, നിങ്ങളിൽ വലിയ വീട് വെക്കുന്ന ആളുകളാണ് എന്ന് മനുഷ്യൻ അതിനെ തിരിച്ചെഴുതി എന്ന് അന്ന് പറഞ്ഞു മഹാനായ നബിയുടെ സ്വഹാബി തങ്ങളായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മനുഷ്യന്മാർ അങ്ങനെ മാറ്റി എഴുതിയിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞു, അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവർ ഇൽമുള്ളവരാണ്, പഠിച്ചവരാണ്, ആലിമീങ്ങളാണ്, മുഅല്ലിമീങ്ങളാണ്, മുതഅല്ലിമീങ്ങളാണ്. അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്ന ഉലമാ ഉൽ ആഖിറ, പൈസക്ക് വേണ്ടി ജീവിക്കുന്ന ഉലമാ ഉദ് ദുനിയയല്ല, ഉലമാ ഉൽ ആഖിറ. അവരാണ് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും സ്ഥാനമുള്ളവർ, അവരാണ് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും സ്ഥാനമുള്ളവര്. ഇത് പറഞ്ഞ് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മൾ മാറ്റി ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് സമ്പത്തിന്റെ പിന്നാലെ ഓടിയത്, മാതാപിതാക്കളോട് പിണങ്ങിയത്, ജ്യേഷ്ഠത്തിയോട് അനിയത്തിയോട്, ജ്യേഷ്ഠനോട് അനുജനോട് ജീവിതകാലം മുഴുവനും മിണ്ടാതെ മുഖം കറുപ്പിച്ച് സലാം പോലും മടക്കാതെ നടന്നത് എന്തിന്റെ പേരിൽ? 2 സെന്റ് ഭൂമി കയ്യിൽ കിട്ടാത്തതിന്റെ പേരിൽ അല്ലേ? അങ്ങനെയല്ലേ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായത്, എളാപ്പയും മൂച്ചാപ്പയും മിണ്ടാതായത്, അമ്മാവന്മാരോട് എളാമ മൂച്ചമ്മമാരോട് മിണ്ടാതായത് സമ്പത്തിന്റെ പേരിലല്ലേ? എന്ത് വിചാരിച്ചു? ഇത് കിട്ടിയാൽ എനിക്കെന്തോ സ്ഥാനം കിട്ടുന്നു. ഇത്ര മുതലാളിമാർ ലോകത്ത് കഴിഞ്ഞുപോയി. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആൾക്കാർ കഴിഞ്ഞുപോയി. ജനങ്ങൾക്ക് നന്മ ചെയ്ത മുതലാളിമാരെ ഓർക്കും. അവരവരുടെ കുടുംബം കുറെ സമ്പാദിച്ചു, അതുകൊണ്ടൊക്കെ എന്ത് മെച്ചുണ്ടായി. മരിച്ചാനെങ്കിലും മനുഷ്യന്മാര് പറയും അല്ലേ? വിജ്ഞാനിയും കൊണ്ടാണ് അല്ലാഹു ഉയർച്ച. അതുകൊണ്ട് ഈ ഉമ്മത്ത് ഇഖ്റഇന്റെ ഉമ്മത്താണ്. ശുദ്ധ റമദാനിന്റെ 24ന്റെ രാത്രിയിലായിരുന്നത്രേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 വചനങ്ങൾ ഇറങ്ങുന്നത് റമദാൻ 24നായിരുന്നു. റമദാനിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് ഖുർആൻ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് 1 ആകാശത്തേക്ക് വന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. എന്നാൽ ഭൂമിയിലേക്ക് ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലല്ല, 24ന്റെ രാവിലാണ്. ഇരിക്കട്ടെ, എന്താണ് ഇറങ്ങിയത്? ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്.
വായിക്കുക നബിയേ, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അങ്ങയെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കണം. അപ്പോഴാണ് യുക്തിവാദമില്ലാതിരിക്കുക. സൃഷ്ടാവുണ്ട്, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനുണ്ട് എന്നറിയണം. ആ നാമത്തിൽ നിങ്ങൾ വായിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ ഒരു സെൻസിറ്റീവ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, അലഖയിൽ നിന്ന് പടച്ചവനാണ് അല്ലാഹു. ഇഖ്റ വറബ്ബുകൽ അക്രം, വായിക്കണം നബിയേ, അല്ലാഹു ഔദാര്യവാനാണ്. നിഅമത്ത് കിട്ടണമെങ്കിൽ വായിക്കണം. അനുഗ്രഹം വേണോ, പഠിക്കണം. ജീവിതത്തിൽ സമയം ചെലവഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനത്തിന് വേണ്ടിയല്ലേ അതാ ഇബ്നു അബീ റബാഹ് എന്ന അടിമ, മക്കക്കാരികളായ പെണ്ണുങ്ങളുടെ അടിമയായിരുന്ന അതാ ഇബ്നു അബീ റബാഹ്, ഒറ്റക്കണ്ണുണ്ടായിരുന്ന, മൂക്ക് പതിഞ്ഞുപോയ, കറുകറുത്ത ശരീരമുള്ള, ഒറ്റക്കണ്ണുണ്ടായിരുന്ന അതാ ഇബ്നു അബീ റബാഹിന്റെ മുമ്പിലാണ് പ്രഗത്ഭരായ ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരികൾ ഡോറിന്റെ മുമ്പിൽ ഇങ്ങനെ കാത്തിരിക്കും വാതിൽ തുറക്കാൻ, മഹാനവറുകളുടെ മുമ്പിൽ ചെന്ന് ചോദിക്കാൻ. തൊണ്ട കൊണ്ട് എന്ന് തൊണ്ട അനക്കിയാലല്ലാതെ അതാതങ്ങളോട് ചോദ്യം ചോദിക്കാൻ അവർ ധൈര്യപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മഹാനവറുകളുടെ ഹൈബത്തൻ ലഹു വ ഇജ്ലാല, ബഹുമാനം കൊണ്ടേ തൊണ്ട അനക്കുമ്പോ അതിന്റെ അർത്ഥം ചോദിച്ചോളൂ, മറുപടി തരാം. അല്ലെങ്കിൽ അവർ ചിന്തയിലായിരിക്കും, ആലോചനയിലാണ്, പഠനത്തിലാണ്. തൊണ്ടനക്കി കഴിഞ്ഞാൽ ചോദിക്കാനുള്ള സമയമാണ്. അങ്ങനെ അവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ മഹാനായ ഹാറൂൻ റഷീദ് എന്ന ഭരണാധികാരി, അദ്ദേഹം റിഖയിലേക്ക് വന്നു. റിഖയിലേക്ക് വന്നപ്പോഴാണ് ഒരുപാട് ആളുകളുണ്ട്, കൂടെ പോലീസുകാരുണ്ട്, പാറാവുകാരുണ്ട്. ഈ ലൈറ്റ് കൊണ്ടായിരിക്കുന്നല്ലേ, ഇവിടെ ഇച്ചിരി ചൂട് കൂടുതലാണെന്നോ. റിഖയിലേക്ക് വന്നപ്പോ കൂടെ ഒരുപാട് പോലീസുകാരുണ്ട്, പാറാവുകാരൊക്കെ ഉണ്ട്. ഈ രംഗം ഹാറൂൻ റഷീദിന്റെ ഭാര്യയുണ്ട്, ഉമ്മുവലതുണ്ട്, മഅ്മൂനിന്റെ ഉമ്മുവലത്. അവരിങ്ങനെ കൊട്ടാരത്തിന്റെ മീതെന്ന് കാണുന്നുണ്ട്. ഹാറൂൻ റഷീദ് പുറത്തിറങ്ങിയപ്പോ ഒരുപാട് ആളുകൾ കൂടെ ഇങ്ങനെ കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾ അവിടെ നിന്ന് പെട്ടെന്ന് ചിന്നിച്ചു തരുന്നത് കണ്ടു. ആളുകൾ ചെരുപ്പക്കെട്ട് ഓടുകയാണ് ഒരാളുടെ അടുത്തേക്ക്. എല്ലാവരും ഓടി. അവിടെ ആകമാനം പൊടിപടലമായി. ഹാറൂൻ റഷീദ് എന്ന രാജാവ് ചിന്തിച്ചു, ഞാനുണ്ടായിരിക്കെ എങ്ങോട്ടാ ഇവരൊക്കെ ഓടുന്നത്? നോക്കുമ്പോൾ മറ്റാരുമല്ല, ആലിമു റിഖ കണ്ട പ്രഗത്ഭനായ ആലിം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അവിടെ വന്നിരിക്കുകയാണ്. ആ മഹാനവരുടെ കൈപിടിച്ചു മുത്താൻ, ആ മഹാനവരുടെ കൂടെ നിന്ന് മഹാനവകളിൽ നിന്ന് പുണ്യം വാങ്ങിക്കാൻ വേണ്ടി മുഴുവൻ ആളുകളും ഓടിയപ്പോഴാണ് ഹാറൂൻ റഷീദിന്റെ ഭാര്യ പറഞ്ഞത്, വല്ലാഹി ഹാദൽ മുൽക്ക് വമഅ്മൂൻ അമീറുൽ മുഅ്മിനീന ബിശ്ശുറത്തി വൽ അസസ്. ഹാറൂൻ റഷീദ് ഭരണാധികാരി തന്നെ, പക്ഷേ ഹാറൂൻ റഷീദിനെ ഭരിക്കാമെങ്കിൽ പട്ടാളക്കാർ വേണം, പോലീസുകാർ വേണം. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്ന് പറയുന്ന ഈ മഹാപണ്ഡിതൻ കണ്ടില്ലേ, പോലീസുകാരും പാറാവുകാരും ഒന്നുമില്ലാതെ ജനങ്ങൾ കൊടുക്കുന്ന ഈ സ്ഥാനവും ജനങ്ങളുടെ ഈ അംഗീകാരവും ജനങ്ങൾ കൊടുക്കുന്ന സ്നേഹവും കണ്ടില്ലേ? ഹാദൽ മുൽക്ക്, ഇതാണ് രാജാധികാരം, പണ്ഡിതന്റേതാണ് രാജാധികാരം, രാജാവിന്റേതല്ല എന്ന് രാജാവിന്റെ ഭാര്യയെ കൊണ്ട് പറയിപ്പിച്ചത് ഇൽമിന് അല്ലാഹു നൽകിയ മഹത്വമാണ്. അതുകൊണ്ട് പഠനത്തിന് സമയം ചെലവഴിക്കുന്ന നമ്മുടെ മക്കളെ ഏറ്റവും നല്ല പഠിക്കുന്ന മക്കളാവട്ടെ. ഇമാമുന നബി റളിയല്ലാഹു തആല അൻഹു കൊച്ചുകുട്ടിയായിരുന്നപ്പോ ശാഫിഈ മദ്ഹബിന്റെ പ്രഗത്ഭനായ ഇമാമല്ലയോ യഹ്യ ഇബ്നു ശറഫ്, മഹാനായ ഇമാമുന നബി റളിയല്ലാഹു അൻഹു യതീമായിട്ട് വളർന്നവരാണ് മഹാനവറുകൾ. ചെറിയ കുട്ടിയായിരുന്നപ്പോ ഉലമാഇന്റെ അരികത്ത് ചെന്ന് പഠിക്കും. വാപ്പ ജീവിച്ചിരിപ്പുള്ള കാലത്ത് വാപ്പയുടെ നിർബന്ധമായിരുന്നു കടയിലേക്ക് വരണമെന്ന്, വാപ്പാന്റെ കൂടെ ഷോപ്പിലേക്ക് വരണം. ചെറുപ്പക്കാർ ആലോചിക്കണം, ഷോപ്പുകളിൽ രാവിലെ മുതൽ പകലന്തിയോളം ഷോപ്പുകളിൽ ഇരുന്ന് കണ്ണുകളെ മലിനപ്പെടുത്തി നോക്കാൻ പാടില്ലാത്തതിലേക്ക് നോക്കിയിട്ട് സമയം നഷ്ടപ്പെടുത്തി കൊന്നുകളയുന്ന നമ്മുടെ സെയിൽസ്മാൻമാരായ കുട്ടികളൊന്ന് ആലോചിക്കണമേ. ഇമാമുന നബി റളിയല്ലാഹു അൻഹു ഷോപ്പിൽ പോയിരിക്കാറുണ്ട്. എന്നാൽ കാന യഹ്ഫളുൽ ഖുർആൻ, ഒരു കസ്റ്റമർ വരാൻ എന്തെങ്കിലും ഒരു ഇടവേള കിട്ടുമ്പോഴേക്കും, ഒരാൾ പോയി അടുത്ത ആൾ വരുന്നതിന്റെ ഇടയിൽ ഒരൽപ്പം സമയം കിട്ടുമ്പോഴേക്കും ശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഓരോന്നോരോന്നായി മനഃപ്പാഠമാക്കുകയായിരുന്നു. 7 വയസ്സുള്ള സമയം മഹാനായ ഇമാമുന നബി റളിയല്ലാഹു അൻഹു
കച്ചവടം ചെയ്യാണ് വാപ്പാന്റെ കൂടെ. ചെറിയ കുട്ടിയാണ്, എന്നാലും ഇഷ്ടം പോയി പഠിക്കാനായിരുന്നു, ഉലമാഇന്റെ അരികത്ത് പോയി പഠിക്കാൻ. അങ്ങനെ മഹാനവറുകളുടെ ഇൽമും പാണ്ഡിത്യവും കണ്ടപ്പോഴാണ് ഒരാൾ ചോദിച്ചത്, യാ യഹ്യ, നബി തങ്ങളോട് ചോദിച്ചു, മോനെ അമുഅദ്ദബുൻ അൻത, നിങ്ങളൊരു ശൈഖിന്റെ അടുത്ത് പോയി പഠിക്കുന്ന ആളാണോ? നിങ്ങൾക്കൊരു ശൈഖുണ്ടോ? ഒരു പണ്ഡിതന്റെ അരികത്ത് പോയി ഇരുന്ന് പഠിക്കുന്നുണ്ടോ? ഒരു ഉസ്താദിന്റെ ശിഷ്യനായിട്ട് ചേർന്നിട്ടുണ്ടോ? എവിടുന്നാണ് ഇൽമൊക്കെ? ലാ വലാകിന്നി അൻതഖനില്ലാഹു അസ്സ വജൽ, ഞാൻ ഒരു ഉസ്താദിന്റെ അരികത്ത് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ അൻതഖനില്ലാഹു അസ്സ വജല്ല, അല്ലാഹു ജല്ല ജലാലു എന്റെ നാവിലൂടെ ഇൽമു അല്ലാഹു പറയിപ്പിക്കുകയാണെന്ന് കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. മഹാനായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ പ്രഗൽഭനായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു റിയാദുസ് സ്വാലിഹീൻ എഴുതിയ മഹാൻ, ശർഹ് മുസ്ലിം എഴുതിയ മഹാൻ, പ്രഗൽഭമായ ഫിഖ്ഹിന്റെ കിതാബുകൾ എഴുതിയ മഹാൻ, ചെറിയ പ്രായം പറയാ, എന്നെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുന്ന പോലെ വലാകിന്നി അൻതഖനില്ലാഹ്, ദിവ്യമായ ഇടപെടലുകൾ എന്നിലേക്ക് വരുന്നുണ്ടോ? കൊച്ചുകുട്ടികളുടെ പക്വതയാണത്, കൊച്ചുകുട്ടികളുടെ പക്വതയാണ്, ചെറിയ മക്കളുടെ പക്വത. പെരുന്നാളിന്റെ ദിവസം, പെരുന്നാൾ ആസന്നമായപ്പോഴാണ് അന്നത്തെ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് നടക്കുമ്പോഴാണ് ഭരണാധികാരി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയത്. കണ്ണിന്ന് കണ്ണുനീര് വന്നു. ഇല്ലാത്ത സങ്കടം. നാട്ടുകാരായ കുട്ടികളൊക്കെ, നാട്ടുകാരായ മക്കളൊക്കെ നല്ല നല്ല വസ്ത്രമിട്ട് നടക്കുമ്പോ എന്റെ കുഞ്ഞിന് നല്ലൊരു വസ്ത്രമില്ലല്ലോ. ഒറ്റ വസ്ത്രം ഉണ്ടായിരുന്നുള്ളൂ നായി. യമീർ മുഅ്മിനീൻ തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ അത് അലക്കി ഉണങ്ങിയിട്ട് വേണം പുറത്തിറങ്ങാൻ, അതുവരെ വീടിന്റെ അകത്ത് വാതിലടച്ചിരിക്കുന്ന ലോകത്തിന്റെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ ഒരു വാലി, ഒരു ഗവർണർ അരികത്ത് വന്ന സംഭവമുണ്ട്. ഗവർണർ വന്നിട്ട് ഗവർണറോട് ഒരുപാട് കാര്യം ചോദിച്ചു. ഗവർണറോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് ഭരണം, എങ്ങനെയുണ്ട് ജനങ്ങളുടെ പ്രതികരണം, എന്തൊക്കെയാണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്? ഇതൊക്കെ കഴിഞ്ഞപ്പോ ഗവർണർ ഇങ്ങോട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ വിഷയം ഞങ്ങളും ചോദിക്കട്ടെ, നിങ്ങളുടെ വിശേഷം എന്തൊക്കെയാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ വിളക്ക് നനച്ചോട്ടെ. രാത്രിയായിരുന്നു, വിളക്കണച്ചു, ഇരുട്ട്. എന്തേന്ന് ചോദിച്ചു. എന്തിനാ ഈ വിളക്കണച്ചത്? ഒന്നുമല്ല, ഈ വിളക്ക് കത്തുന്ന എണ്ണ സമൂഹത്തിന്റെ പൊതുമുതലിൽ നിന്നുണ്ടായതാണ്. ഇത് ബൈത്തുൽ മാലിന്റെ എണ്ണയാണ്, സമൂഹത്തിന്റെ ഉമ്മത്തിന്റെ പൈസയാണ്. ഇത് കത്തിക്കപ്പെടുന്നത് ഈ ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ അറിയാനാണ്. നിങ്ങൾ എന്റെ വിഷയമാണ് ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്, എന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ. അതിന് ഉമ്മത്തിന്റെ വിളക്ക് കത്തിച്ചുകൂടാ, ഈ എണ്ണ കത്തിക്കൂടാ, ഇത് സമൂഹത്തിന്റേതാണെന്ന് പറഞ്ഞ് വിളക്ക് ഊതിക്കെടുത്തി സാമ്പത്തികമായ അച്ചടക്കത്തിന്റെ മഹിതമായ മാതൃക തീർത്ത നിങ്ങൾക്ക് ശേഷം വരുന്ന ഭരണാധികാരികളെ മുഴുവനും നിങ്ങൾ തളർത്തി കളഞ്ഞല്ലോ എന്ന് ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞുപോയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു വിളക്ക് വേണ്ട, ഈ വിളക്ക് കത്തുന്ന എണ്ണ എന്റെ കുടുംബകാര്യം ചോദിക്കാൻ ഇത് പറ്റില്ല. സമൂഹത്തിന്റെ മുതലുകളൊക്കെ കൈകാര്യം ചെയ്ത് എമ്പാടും പിരിവും ചെയ്തിട്ട് ആ പൈസകളൊക്കെ എത്തേണ്ടിടത്തേക്ക് എത്താതെ സൂക്ഷ്മതയില്ലാതെ പെരുമാറുന്ന അവസ്ഥകളുണ്ടെങ്കിൽ പാഠം പഠിക്കണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഇതാണ് ദീനിന്റെ പാരമ്പര്യം. ആ മഹാനവരുടെ കൊച്ചുമോനാണ് വസ്ത്രമില്ലാതെ, മാന്യമായൊരു വസ്ത്രമില്ലാതെ കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് വന്നപ്പോ മഹാനവർ കരഞ്ഞുന്ന കണ്ണിന്ന് കണ്ണുനീര് വന്നു. കുട്ടി കാണുകയാണത്. ചെറിയ മോനുണ്ട് അബ്ദുല്ലാഹി എന്ന്, അബ്ദുല്ലാഹി ബിൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മോനുണ്ട് അബ്ദുല്ലാഹ്. ആ മോൻ നല്ല ബുദ്ധി കൂർമ്മതയുള്ളൊരു മോനായിരുന്നു. അധികാരമേറ്റപ്പോ ആ കുട്ടി വാപ്പാക്ക് കൊടുത്തൊരു ഉപദേശമുണ്ട്, വളരെ മനോഹരമാണ്. വാപ്പയെ ഈ അബ്ദുള്ള എന്ന് പറഞ്ഞ മോൻ ഉപദേശിച്ചിട്ടുണ്ട്. മോൻ അന്ന് 15 വയസ്സ്. ഈ മോന് ചെറിയ കുട്ടിയാണ്. മോന്റെ വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിച്ച കീറിപ്പറഞ്ഞ അടയാളങ്ങൾ, നുരുമ്പിപ്പോയ വസ്ത്രമിട്ട് എല്ലാ മക്കളും പെരുന്നാളിന്റെ ദിവസം നല്ല ഉടയാടകളിട്ട് നടക്കുമ്പോൾ കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് കണ്ടപ്പോ പ്രിയപ്പെട്ട മോനെ നോക്കി കരഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് മോൻ പറഞ്ഞത്, ഉപ്പാ ലാ തഹ്സൻ, എന്തിനാണ് ഉപ്പാ നിങ്ങൾ ഈ സങ്കടപ്പെടുന്നത്? എന്തിനാണ് ഈ സങ്കടം? ഉപ്പാ എന്തിനാ സങ്കടപ്പെടുന്നത്?
നമ്മളല്ലല്ലോ സങ്കടപ്പെടേണ്ടത്. ഇന്നമാ യഹ്സനു മൻ അസാ റബ്ബാഹ് വഅഖ ഉമ്മഹു വഅബതാഹ് വഅന ലസ്തു മിമ്മൻ അമലുഹു യാ അബതാഹ്. ഉപ്പാ സങ്കടപ്പെടേണ്ടത് ആരാണ്? സൃഷ്ടാവായ ഉടമസ്ഥനായ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവനല്ലേ സങ്കടപ്പെടേണ്ടത്. തിന്മകൾ ചെയ്ത് ജീവിക്കുന്നവരല്ലേ സങ്കടപ്പെടേണ്ടത്. കള്ളുകുടിച്ചും മദ്യപിച്ചും വ്യഭിചരിച്ചും ജീവിതം തുലച്ചു തീർക്കുന്നവരല്ലേ സങ്കടപ്പെടേണ്ടത്. ഉപ്പാ ഇന്നമാ യഹ്സനു മൻ അസാ റബ്ബാഹ് വഅഖ ഉമ്മഹു വഅബാഹ് വഅന ലസ്തു മിമ്മൻ അമലുഹു യാ അബതാഹ്. സ്വന്തം ഉമ്മയോട് വാപ്പയോട് ക്രൂരമായി പെരുമാറുന്നവരല്ലേ ഉപ്പാ കരയേണ്ടത്. ഉമ്മ വാപ്പമാരെ സങ്കടപ്പെടുത്തുന്നവരല്ലേ കരയേണ്ടത്. മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളല്ലേ കരയേണ്ടത്. അല്ലാഹുവിനെ ധിക്കരിക്കുന്നവരല്ലേ കരയേണ്ടത്. വാപ്പാ ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്ന് സ്വന്തം പ്രിയപ്പെട്ട വാപ്പയോട് തിരുത്തിക്കൊടുത്ത മക്കൾ ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട്. തന്റെ ഇടമുള്ള മക്കൾ. എന്തുകൊണ്ട് തർബിയത്തിന്റെ പവറാണത്. അവരെങ്ങനെയാ വളർത്തിക്കൊണ്ടുവന്നത്. ഇറാനിലെ പ്രഗത്ഭമായ തുസ്തർ എന്ന് പറഞ്ഞ ഗ്രാമമല്ല നഗരമാണ്. ഖുറാസാനിൽ നിന്ന് നിലവിലുള്ള ഏറ്റവും സുഭദ്രമായ കോട്ടയുണ്ടായിരുന്നത് തുസ്തറിലായിരുന്നല്ലോ. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു മജ്സഅത്ത് ഇബ്നു സൗർ സദൂസി തങ്ങളുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക ലോകത്തിന് കീഴടക്കി കിട്ടിയ തുസ്തറിന്റെ ആ കോട്ടക്കൊത്തളം, അവിടെ നിന്ന് ഇസ്ലാമിക ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതനാണ് സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. തുസ്തർകാരനായ സഹ്ൽ റളിയല്ലാഹു അൻഹു 3 വയസ്സുള്ളപ്പോഴല്ലേ, 3 വയസ്സ്, കേവലമായ 3 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സഹ്ൽ റളിയല്ലാഹു അൻഹു ദാക്കിറായി മാറിയത്. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന മോനായി മാറിയത്. നമ്മുടെ മക്കളും പാടുന്നുണ്ടല്ലോ സിനിമ പാട്ടുകൾ 3 വയസ്സാകുമ്പോഴേക്കും. പറയുന്നുണ്ടല്ലോ പലതും കേൾക്കാനൊരു സഭയിൽ പറയാത്തത്. കൊച്ചുകുട്ടികളുടെ പ്രോഗ്രാമുകളൊക്കെ നടത്തിയിട്ട് കൊണ്ടുപോയ മാതാപിതാക്കൾ അപമാനപ്പെടുത്തുന്ന വാക്കുകൾ 2-3 വയസ്സുള്ള മക്കൾ പറയുന്നുണ്ട് ഇല്ലേ? ആ പ്രായത്താണ് സഹ്ൽ റളിയല്ലാഹു അൻഹു അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്. അല്ലാഹു മഈ, സ്രഷ്ടാവ് എന്റെ കൂടെയുണ്ട് എന്ന് 3 വയസ്സുള്ളപ്പോൾ പറഞ്ഞു പഠിച്ച പണ്ഡിതനാണ്. സ്വന്തം അമ്മിൽ നിന്ന് അമ്മാവനെന്ന് പറഞ്ഞു പഠിച്ചു മഹാനായ സഹ്ൽ റളിയല്ലാഹു അൻഹു. 3 വയസ്സുള്ളപ്പോ പക്വതയാണ് കാണിക്കുന്നത്. പക്വതയാണ് 3 വയസ്സ്. ചെറിയ പ്രായമല്ലേ അതൊക്കെ. എന്തുകൊണ്ടാണ് ഇതുണ്ടായത്? വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അന്നത്തെ ഉമ്മമാർക്ക് ബോധ്യമുണ്ട്, അന്നത്തെ രക്ഷിതാക്കൾക്ക് ബോധ്യമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഈ വചനം വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ, അല്ലാഹുവിനെ ഓർമ്മയില്ലാതെ ജീവിക്കുന്നവരുടെ ജീവിതം സങ്കുചിതമാണ്, മനസ്സമാധാനമില്ല. മോഷണം ചെയ്യുന്ന കള്ളന്മാരെങ്ങനെയാണ്? ഒന്ന് തുറച്ചു നോക്കിയാൽ അവൻ പേടിച്ചോ, റബ്ബേന്റെ ആ കള്ളക്കളി ഇയാൾക്കറ്റെ തിരിഞ്ഞോ? പിടികിട്ടാ പുള്ളിയായി നടക്കുകയാണവൻ. ആരെങ്കിലും ഒന്ന് നോട്ടം വെച്ചെന്ന് നോക്കിയാൽ തന്നെ അവൻ വിറക്കാൻ തുടങ്ങി. തിന്മ ചെയ്തവൻ വിറക്കേണ്ടി വരും, തിന്മ ചെയ്തവൻ പേടിക്കേണ്ടി വരും. തിന്മ ചെയ്യുന്നവർക്ക് മനസ്സമാധാനമില്ല, അല്ലാഹു കൊടുക്കുന്നില്ല. അതാണ് അത്ഭുതം. തിന്മ ചെയ്തവർ ആലോചിച്ചു നോക്കട്ടെ. വ്യഭിചാരവും കള്ളുകുടിയും ഒക്കെ നടത്തിക്കുന്നവർ, തിന്മ ചെയ്തവർ, അക്രമം അഴിച്ചുവിട്ടവർ, എറിഞ്ഞു പൊളിച്ചവർ, തകർത്തു കളഞ്ഞവർ, സമൂഹത്തിന് ദോഷം ചെയ്തവർ, ഈ സമൂഹത്തിന് ഭാരമേൽപ്പിച്ചവർ. ഒന്ന് ആലോചിച്ചു, എത്ര ആനന്ദമാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ കിട്ടിയ ആനന്ദം. അതിൽ പിന്നെ സങ്കടമല്ലാതെ വച്ചെന്താ ബാക്കി വെച്ചത്? ലാ ഖൈറ ഫീ ലദ്ദത്തിൻ മിൻ ബഅദിഹാ അന്നാറു تفنى اللذاذة من نال صفوتها من الحرام ويبقى العار والإثم. പാപങ്ങളിൽ നിന്ന് മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ്. സമാധാനം അല്ലാഹു എടുത്തു കളയുകയാണ്, ഇല്ലാതാക്കുകയാണ്.
അതുകൊണ്ടാണ് വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ, എന്നെ ഓർക്കാതെ ജീവിക്കുന്നവർക്ക് സങ്കുചിതമായ ജീവിതമാണ് ഇവിടെ ഉണ്ടാവുക. സങ്കുചിതം, സമാധാനം ഉണ്ടാവും. വീട് വളരെ വിശാലമായിരിക്കാം, വമർകബൻ ഹനീഅൻ, സൗകര്യമുള്ള വാഹനമുണ്ടായിരിക്കാം, എല്ലാമുണ്ട്, സൗഭാഗ്യമുണ്ടെന്ന് തോന്നിപ്പോകും. പക്ഷേ മനസ്സ് സങ്കുചിതമാണ്. എന്തുകൊണ്ട് സങ്കുചിതമാണ്? അള്ളാഹുവിനെ അനുസരിക്കാത്തതിന്റെ പേരിൽ. വനശ്റുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, നാളെ പരലോകത്ത് വരുമ്പോൾ അവർ കണ്ണ് കാണാത്തവരായിരിക്കും, അന്ധന്മാരായിരിക്കും. ഖാല, അയാൾ ചോദിക്കും, റബ്ബി, എന്റെ രക്ഷിതാവേ. അപ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത് രക്ഷിതാവുണ്ടായിരുന്നുവെന്ന്. അവൻ വിചാരിച്ചു ഇതിങ്ങനെ നടന്നു പോകും, ഇത് മാറി മാറി വരുന്ന ഭരണമാണ് ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ വിചാരിച്ചത്. അല്ല, എല്ലാം നടത്തുന്ന ഉടമസ്ഥനുണ്ട്, അധികാരികളെ നോക്കിക്കാണുന്ന അധികാരിയുണ്ട്, പരമാധികാരിയുണ്ട് ഇവിടെ. ഖാല റബ്ബി ലിമ ഹശർതനീ അഅ്മാ, അവൻ ചോദിക്കും, റബ്ബേ, എന്തേ നീ എന്നെ അന്ധനാക്കി ഇവിടെ കൊണ്ടുവന്നത്? വഖദ് കുൻതു ബസീറാ, എനിക്ക് ഭൂമിയിൽ കണ്ണുകൾ ഉണ്ടായിരുന്നുവല്ലോ, എന്തേ എന്റെ കണ്ണ് നീ എടുത്തു കളഞ്ഞത്? ഖാല കദാലിക്, അങ്ങനെ ചെയ്യാൻ കാരണം ഒന്ന് പറഞ്ഞു തരാം. എന്റെ ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ, പണ്ഡിതന്മാരുടെ ജിഹ്വയിലൂടെ, ദാഴികളിലൂടെ, പ്രബോധകന്മാരിലൂടെ നീ കേട്ടപ്പോ അറിഞ്ഞപ്പോ ഫനസീതഹാ, നീ അതൊക്കെ കേൾക്കാത്ത പോലെ നടന്നില്ല. ഇതൊന്നും എന്നോടല്ല പറയുന്നത്, ഇത് ആരോടൊക്കെയോ ആണ്, എന്നോടല്ല എന്ന് നിനക്ക് തോന്നിയില്ലേ? ഫനസീതഹാ, നീ അത് എന്നെ നീ ഭൂമി ലോകത്ത് മറന്നു കളഞ്ഞില്ലേ? വകദാലികൽ യൗമ തുൻസാ, നിന്നെ ഇവിടെ മറപ്പിക്കപ്പെടുകയാണ്. നിന്റെ കാര്യം ചോദിക്കണ്ട, നീ അന്ധനായിട്ടാണ് ഇവിടെ വരുന്നത്. അവിടെ നീ എന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോ കണ്ണ് ചിമ്മിയില്ലേ? എനിക്കിവിടെ കണ്ണുപോലും ഇല്ല എന്ന് അള്ളാഹു അവരോട് പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തആല ആനന്ദകരമായ ജീവിതം നമുക്ക് തരട്ടെ, ആശ്വാസമുള്ള ജീവിതം നമുക്ക് തരട്ടെ. വിജയം എന്ന് സആദത്ത് എന്ന് പറയുന്ന എവിടെയാണ് പരമമായ വിജയം, എല്ലാറ്റിലുമുള്ള വിജയം, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന വിജയം, ദുനിയാവിലും പരലോകത്തും അവന്റെ അനുസരണയിലല്ലാതെ മറ്റൊന്നുമല്ല. അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ അവസാന യാമങ്ങൾ ഇവിടെ പറയുമ്പോൾ, വാ ബിലാലാ, ബിലാൽ എന്നവരെ, വാ ഫിറാഖാ വാ ഹുസ്നാ, സങ്കടമേ, വേർപാടേ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ പൊട്ടിക്കരഞ്ഞപ്പോഴാണ് വാ തുറബാ, ജീവിതത്തോടെ വിട പറയുമ്പോ ആനന്ദമേ, ആനന്ദമേ, ആനന്ദമേ. ഗദൻ നൽഖൽ അഹിബ്ബാ മുഹമ്മദൻ വസഹ്ബാ, നാളെയാണല്ലോ പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടുമുട്ടാൻ പോകുന്നത്. മുഹമ്മദൻ വസഹ്ബ, മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും നാളെയാണല്ലോ ഞാൻ കണ്ടുമുട്ടുന്നത്. ഇന്ന് മരിച്ചാൽ നാളെ ഞാൻ അവരെ കാണുകയായതുകൊണ്ട് ആനന്ദമേ, ആനന്ദമേ എന്ന് പറഞ്ഞ് മരണം പുൽകിയത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം കിട്ടിയപ്പോഴാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഷ്ടപ്പാട് സഹിച്ചില്ലേ, അഹദ് അഹദ് എന്ന് പറഞ്ഞില്ലേ, ചുട്ടുപൊള്ളുന്ന മണലിൽ അവരെ മനത്തിക്കിടത്തിയില്ലേ, എന്നിട്ടും ആനന്ദം എന്ന സആദത്തുൽ അബദിയ്യ, ദ ഇറ്റേണൽ ഹാപ്പിനെസ്, എന്നെന്നും നിലനിൽക്കുന്ന, എന്നെന്നും നിലനിൽക്കുന്ന, എന്നെന്നും നിലനിൽക്കുന്ന ആനന്ദം ലോകത്തിൽ നിന്ന് തന്നെ വാരിക്കൊണ്ടുപോയ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ആ ആനന്ദം നൽകട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ജനങ്ങളെ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, ജീവിക്കുന്ന കാലം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോളൂ. അല്ലാഹുവേ, അല്ലാഹുമ്മ റസുഖ്ന തഖ്വാ ഫിസ്സിർരി വൽ ഇലൻ, രഹസ്യവും പരസ്യവുമായുള്ള ജീവിതത്തിൽ, സ്വകാര്യതയിലും ആൾക്കൂട്ടത്തിനിടയിലാകുമ്പോഴും നിന്നെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ മനസ്സിന് സമാധാനം വരുന്നുണ്ട്. ഇത് ഈമാനിന്റെ അടയാളമാണ്.
അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. സത്യവിശ്വാസികൾക്ക് സ്രഷ്ടാവിനെ പറ്റി പറയുമ്പോൾ മനസ്സമാധാനം വരും. ഒരു സ്രഷ്ടാവുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞവന്റെ മുമ്പിൽ വണങ്ങുമ്പോൾ മനസ്സമാധാനം വരുന്നുണ്ട്. അലാ അറിയണമേ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ആഭാസങ്ങളിലല്ല, മനുഷ്യൻ കണ്ടെത്തുന്ന ആനന്ദങ്ങളിലല്ല. ആരാണ് നമ്മെ സൃഷ്ടിച്ചുവിട്ടത്? ആ സ്രഷ്ടാവിന്റെ ജീവിത പന്ഥാവ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ലക്ഷ്യബോധത്തോടുകൂടെ ജീവിക്കുമ്പോഴാണ്, ദൈവസ്മരണയിൽ ജീവിക്കുമ്പോഴാണ് മനുഷ്യന് സമാധാനമുള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. തിന്മ ചെയ്തവർക്ക് സമാധാനം അല്ലാഹു എടുത്തു കളയുന്നു. വ്യഭിചാരം ചെയ്ത് വ്യഭിചരിക്കുന്ന പെണ്ണിന്റെ കൂടെ കഴിഞ്ഞ് കുറെ മാസങ്ങൾ അവിടെ കൂടെ കഴിഞ്ഞപ്പോഴാണ് തനിക്ക് എയ്ഡ്സ് രോഗമുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. ശരീരത്തിന്റെ നിറം മാറാൻ തുടങ്ങി. ഹോസ്പിറ്റലിലേക്ക് പോകാൻ ആദ്യമൊക്കെ മടിച്ച് അവസാനം എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത വിധം പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട് തളർന്നപ്പോ ഡോക്ടറുടെ മുമ്പിലേക്ക് ചെല്ലുന്നു. കലിമ ചൊല്ലി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരു ചെറുപ്പക്കാരൻ. ഡോക്ടർ ചോദിച്ചു, വ്യഭിചാരം പോലെയുള്ള വല്ല തിന്മയും ചെയ്തിട്ടുണ്ടോ? പറഞ്ഞില്ല. വല്ല എക്സ്റ്റേണൽ അഫയേഴ്സ് വല്ലതുണ്ടായിരുന്നോ? അവിഹിത ബന്ധങ്ങൾ വല്ലതുണ്ടായിരുന്നോ? പറഞ്ഞില്ല, സമ്മതിച്ചു കൊടുത്തില്ല. ഡോക്ടറുടെ പരിചരണത്തിൽ കിടക്കുന്നു. ഡോക്ടർ അവന്റെ അവസാന യാമങ്ങൾ എണ്ണാൻ തുടങ്ങി. പറഞ്ഞു, മോനെ, നിനക്കിനി സമയം വളരെ കുറച്ചേ ഉള്ളൂ. സത്യം തുറന്നു പറഞ്ഞു. ഇന്ന് പ്രത്യേകിച്ചും ഡോക്ടർമാരത് ചെയ്യാറുണ്ട്. മനുഷ്യന്റെ അവകാശമാണ് അത്രേ അത്. രോഗിയോട് പറയും, ഇത്രയാണ് നിങ്ങളുടെ കാലാവധി, ഞങ്ങളുടെ കണക്കിൽ. നിനക്കാവാം. അല്ലാഹു നമുക്ക് ദീർഘായുസ്സ് തരട്ടെ. ഞാൻ ഇന്നലെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് അവര് പറഞ്ഞു, മഹാനായ സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ ജീവിച്ചിരിക്കുന്ന സമയം അല്ലാഹു മഹാനവരുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അന്ന് ഇവരുടെ ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ, ആരുമല്ല, നമ്മുടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ്, അവരുടെ ഉമ്മ വളരെ വിഷമിച്ച് ക്യാൻസർ രോഗമാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. 3 മാസമുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമ്മാക്കൊരാഗ്രഹം. ഉമ്മ പറഞ്ഞു, പാണക്കാട് സയ്യിദന്മാരോടൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറയാ. രണ്ടത്താണി സാഹിബ് ഉമ്മയും കൂട്ടി പാണക്കാട്ടേക്ക് വരുന്നു. ഈ സംഭവം ഇന്നലെ രാത്രിയാണ് എന്റെ ചെവിയിൽ ഞാൻ കേട്ടത്. ഇന്നലെ രാത്രി പാണക്കാടെത്തി മഹാനായ തങ്ങളവറുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ചോദിച്ച്, എന്തേ ഉമ്മയും കൂട്ടി വന്നത്? പറഞ്ഞു, ഇങ്ങനെയാണ് ഉമ്മയെ പറ്റി ഡോക്ടർമാർ പറഞ്ഞത്. 3 മാസമുള്ളൂ എന്നാ പറഞ്ഞത്. 3 മാസമുള്ളൂ. തങ്ങൾ പറഞ്ഞു, 3 മാസം എന്ന് തീരുമാനിക്കുന്നത് അവരാണോ? ഉമ്മ ചിലപ്പോൾ 3 വർഷങ്ങൾ ജീവിച്ചേക്കുന്നു. രണ്ടത്താണി സാഹിബ് പറയാം, നമ്മൾ പറയും പാണക്കാട് തങ്ങന്മാർക്ക് കറാമത്തുണ്ടോ അല്ലേ? രണ്ടത്താണി സാഹിബ് പറയാം, എന്റെ അനുഭവമാണ്. ആ ഉമ്മ ആ ദിവസം മുതൽ 3 വർഷം കൃത്യമായി ജീവിച്ചിട്ടാണ് മരിച്ചത്. 3 വർഷം ആ ഉമ്മ ജീവിച്ചു. ഉമ്മ മരിച്ചപ്പോ തങ്ങളവറുകൾ മദ്രാസിലാണ്. പക്ഷെ ഉമ്മാക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്രേ. അവരുടെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഉമ്മാക്ക് വസിയത്തുണ്ട്, പാണക്കാട് സയ്യിദന്മാർ ആരെങ്കിലും നിസ്കാരത്തിന് വേണ്ടി ഇമാമ് നിൽക്കണമെന്ന്. മഹാനായൊരു പണ്ഡിതൻ ജനാസ, തങ്ങൾ മദ്രാസിലല്ലേ, എത്തൂലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മറ്റു സയ്യിദന്മാർ, ഉമർ അലി ശിഹാബ് തങ്ങളൊക്കെ അവരൊക്കെ രാവിലെ വന്നുപോയി. മറ്റു സയ്യിദന്മാരൊക്കെ രാവിലെ വന്ന് കടന്നുപോയി. മഹാനായ വലിയ തങ്ങൾ വരുന്നില്ല, തങ്ങൾക്ക് എത്താൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചു. നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ കെട്ടാൻ നിൽക്കുമ്പോ ഒരു കാറ് വരുന്നു. എനിക്ക് ഒരാൾ കൂടെ വരുന്നുണ്ട്, അവരും കൂടെ വന്നിട്ട് നിസ്കരിക്കാം എന്ന് പറഞ്ഞു. ആ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു. നോക്കുമ്പോൾ തങ്ങൾ നേരെ ഫ്ലൈറ്റിന് വന്നു. കോഴിക്കോട് നിന്ന് നേരെ ഉമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോ മനുഷ്യന്മാർ ഒന്നറിഞ്ഞേക്കും, സയ്യിദന്മാരോടാണ് ഈ കളിക്കുന്നത്. അത്രമാത്രം ഒന്നും രാഷ്ട്രീയങ്ങൾക്ക് എന്തോ ആവാം, ഓരോരുത്തർക്കും അവനവന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രതിബദ്ധതകളും ഒക്കെ ആകാം. പക്ഷെ സയ്യിദന്മാർ എന്ത് ചെയ്യണ്ട, ചവിട്ടിത്താഴ്ത്തണ്ട. അവര് സയ്യിദന്മാർ, നബിയുടെ ചോരയുള്ളവരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ അത്ഭുതമാണ്, വലിയ മഹത്വമാണത്. അല്ലാഹു നൽകുന്ന മഹത്വമാണ്. അവിടെ തന്നെ കുടുംബത്തിൽ ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിക്കാതെ 4 ദിവസം പിടിവാശി. അവൻ ഉദ്ദേശിച്ചൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ഒരു പിടിവാശിയിൽ 4 ദിവസം ഭക്ഷണം കഴിക്കാതെ നിന്നിട്ട് പാണക്കാട് സയ്യിദൻ മഹാനായ തങ്ങളവറുകൾ ജീവിച്ചിരിക്കുമ്പോ തങ്ങളുടെ അരികത്തേക്ക് കൊണ്ടുപോവുകയാണ്. തങ്ങളുടെ അരികത്തേക്ക്. അപ്പൊ തങ്ങൾ അവിടെ ചെന്നിട്ട് തങ്ങൾ മൈൻഡ് തന്നെ ചെയ്തില്ല എന്ന് പറഞ്ഞു. തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടിരിക്കും അങ്ങനെ. ഒന്നുമല്ല, തങ്ങൾ ചോദിച്ചതില്ല എന്തിനാ വന്നത്. പ്രശ്നം, ഇവനൊരു പെണ്ണിനോട് ഇഷ്ടമായിട്ടുണ്ട്, മറുനാട്ടുകാരിയാണ്, മലയാളിയല്ല, നമ്മുടെ ഇന്ത്യക്കാരിയും അല്ല. അവളെ കല്യാണം കഴിക്കാൻ പറ്റൂല എന്ന് പുരക്കാര്. അവൻ അതന്നെ വേണമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ നിരാഹാര സമരത്തിൽ. ഇവന് ഭക്ഷണം കഴിപ്പിക്കണം, ഇതാണ് ആകെ ആഗ്രഹം. അങ്ങനെ അലിവാക്കൊക്കെ ഉള്ള സമയല്ലേ, വീട്ടുകാരിൽ ഓരോരുത്തരും ഇങ്ങനെ പാണക്കാട് വീട്ടിൽ നിന്ന് കയറിറങ്ങിപ്പോയി. അവസാനം തങ്ങൾ പറഞ്ഞു 12:30 മണിയായി, അലിവാക്ക ചോറെടുക്കുകയായിരുന്നു. 12 മീൻ ബിരിയാണി എന്തോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു.
ഒന്നും തങ്ങൾ ചോദിച്ചിട്ടില്ല. എന്തിനാ ഞങ്ങൾ വന്നതൊന്നും ചോദിച്ചില്ല. ഈ ചെറുപ്പക്കാരനും കൂടെ ഉണ്ട്. അവന്റെ പ്രശ്നം അവനെ ഭക്ഷണം കഴിപ്പിക്കല. ഉമ്മി മാപ്പിയും പറഞ്ഞിട്ട് തീർക്കുന്നില്ല. ഭക്ഷണം തളി കൊണ്ടുവന്ന് തങ്ങൾ എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു. ഈ വന്ന ടീം ഇവരെ ബാക്കിയുള്ളൂ, എല്ലാവരും ഇരിക്കുന്നു പറഞ്ഞു. ഒന്നും പറയാതെ ഈ ചെറുപ്പക്കാരന്റെ പ്ലേറ്റിലേക്ക് തങ്ങൾ അങ്ങനെ ചോറിട്ട് കൊടുത്തു. ഒരുപാട് ചോറ്. ആദ്യം തങ്ങൾ ചോറിട്ട് കൊടുത്തത് ഈ ചെറുപ്പക്കാരൻ. അവൻ തങ്ങൾ പാവപ്പെട്ടെന്ന ചോറല്ല, നീ എങ്ങനെ തിന്നാണ്ടിരിക്കുക. 4 ദിവസം നിരാഹാര സമരം ചെയ്യുന്ന ഇവൻ തിന്നു തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് തങ്ങൾ ചോദിച്ചതല്ലേ എന്തിനെ വന്നത്. തങ്ങളെ വന്ന കാര്യം ശരിയായി. ഇവൻ ഭക്ഷണം കഴിക്കാത്തതായിരുന്നു വിഷയം. തങ്ങൾ പറഞ്ഞു, മലയാളിയെ തന്നെ കല്യാണം കഴിക്കണം എന്ന് അള്ളാഹ് നിർബന്ധാക്കിയിട്ടൊന്നുമില്ലല്ലോ. നിക്കാഹ് ഹലാലായ നിക്കാഹിലൂടെ ഒരു മുസ്ലിമത്തായ പെണ്ണിനെ ഓമണി കല്യാണം കഴിച്ചോട്ടെ. പിന്നെ വാപ്പാനെ ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞൊരു വിഷയം അവിടെ ഉണ്ട്. അത് ഉമ്മയും വാപ്പനെ പൊരുത്തപ്പെട്ടു കൊടുക്കിൻ എന്ന് പറഞ്ഞു. ആ കുടുംബം അന്തസ്സിലായി, അവർക്ക് മക്കളൊക്കെ ഉണ്ട്, അന്തസ്സിൽ ജീവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതായിരുന്നു മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പുറകെ. അപ്പോ അള്ളാഹു നമുക്ക് ആയുസ്സിൽ ബറക്കത്തും ആഫിയത്തും സലാമത്തും ഒക്കെ തരട്ടെ. ജീവിതത്തിന്റെ യാമങ്ങൾ കഴിഞ്ഞു തുടങ്ങി, മരിക്കാറായി എന്നൊക്കെ പറയുമ്പോ ആ നേരത്തൊരു തിരിച്ചറിവ് വരും. ഇപ്പൊ എന്താ ചെയ്യാൻ? എയ്ഡ്സ് രോഗം വന്ന ഈ ചെറുപ്പക്കാരൻ അന്ന് ഡോക്ടറോട് പറഞ്ഞു, ഞാനൊരു പെണ്ണിന്റെ കൂടെ ആയിരുന്നു. സത്യം തുറന്നു പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മള് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപാടി കഴിഞ്ഞതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. നമ്മൾ തുടങ്ങാൻ വൈകിയത് കൊണ്ട് ഒരല്പം കൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സമയം കൂടെ തന്നെ വേണം. അല്ലാഹു തആല ഇത് വിജയിപ്പിക്കട്ടെ. നമ്മുടെ ഇടയിൽ നമ്മുടെ വളണ്ടിയർമാർ ദാറുൽ ഖുർആൻ, പാഴൂരുള്ള ദാറുൽ ഖുർആനിന്റെ ആ ഒരു ഫോം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് 15,000 രൂപയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇതുവരെ ഒന്നും ഇവിടെ ഒരു ഫണ്ട് റൈസിംഗ് നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരുന്നാലും ആ കുട്ടികൾക്ക് ഖുർആൻ പഠിക്കാം. നമ്മൾ ഖുർആൻ പഠനത്തിന്റെ മഹത്വവും അനിവാര്യതയും ഒക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരൽപ്പം പറയാനും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ വഴിയിലേക്ക് നമുക്കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല, പഠിക്കണ മക്കളെ നമ്മൾ സഹായിച്ചു കൊടുക്കുക. അപ്പൊ എന്തെങ്കിലും കഴിയുന്ന സഹായം ചെയ്യണം, അതിൽ ഇട്ട് കൊടുക്കണം, നിങ്ങൾ എഴുതി കൊടുക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. അല്ലാഹു തആല ഇത് വിജയിപ്പിക്കട്ടെ. ഒന്ന് അത് സൗകര്യപ്പെടുന്ന ആളുകൾ ഒന്ന് കൈപൊക്കിയാൽ, എല്ലാവരും വാങ്ങിച്ചിട്ട് വെറുതെ എന്ത് ചെയ്യണ്ട, വെറുതെ ചവറ്റുകൊട്ടയിലേക്ക് കൊണ്ടുപോകണ്ട. എന്ത് ചെയ്യുക, പറ്റുന്ന ആളുകൾക്ക് ഒന്ന് കൈപൊക്കിയാൽ വളണ്ടിയർമാർ തരുന്നു. പറ്റുന്നത് എത്രയാണ് പറ്റുന്നത് വെച്ചാൽ കൊടുക്കും. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്. വൈദികൊക്കെ ഇരിക്കേണ്ട മുമ്പ് തന്നെ മാഷാ അല്ലാഹ്. അപ്പോ എല്ലാവരും ഓരോരുത്തരായിട്ട് പറ്റുന്നവരൊക്കെ വാങ്ങിച്ചോളൂ. ബിസ്മില്ലാഹ്. നിങ്ങൾക്ക് 15,000 തന്നെയല്ല, നമുക്ക് എത്രയാ പറ്റുന്ന വെച്ചാൽ, കൂടുതലും കുറവൊക്കെ ആവാം. എന്തായിരുന്നാലും അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് അപ്പോ ഒന്ന് കൈപ്പൊക്കിയാലേ നമുക്ക് അവർക്ക്, നിങ്ങൾ എല്ലാവർക്കും എന്ത് ചെയ്യണ്ട, വാങ്ങി വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അൽഹംദുലില്ലാഹ്. റമദാൻ എന്ന് കൈവെക്കാൻ ആഫിയത്തൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ. ഇനി മടിയിൽ വെച്ച് ഇങ്ങനെ നമ്മളെ ബസ്സിലൊക്കെ കണ്ണിട്ടുകളൊക്കെ ഇട്ട് പോകണ മാതിരി മടിയിലിട്ട് കൊണ്ടുവരുമോ? ആരും വെക്കാത്തോണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് വാങ്ങിച്ചോളൂ, വാങ്ങിച്ചോളൂ. ഖൈറന്നെ, ബർക്കത്ത് തരും. അല്ലാഹു ബർക്കത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതൊക്കെ സൗഭാഗ്യമാണ്. നിങ്ങളിപ്പോ വീട്ടിലൊന്നും കാണാൻ പറ്റില്ല. ഒരു സംഘാടകർ, ഈ സംഘാടകരും വീടും കുടുംബം കുട്ടികളൊക്കെ ഉള്ളവരാണ്. അവർക്കും ഇതാണ് പണി, ഇതാ ജോലി. അവർക്ക് ഇത് ശമ്പളമൊന്നുമില്ല. ഇതൊക്കെ എന്ത് ചെയ്യാണ്? തതവ്വുആണ്, വോളണ്ടറി ടാസ്കുകളാണ്, വോളണ്ടറി ജോലികളാണ് ഇതൊക്കെ. അപ്പോ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടിയപ്പോ നിങ്ങളോട് ആ വിഷയം പറയാം. എല്ലാം സഹായിക്കണം എന്ന് താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ, അവർക്കൊരവസരമാണ്. അതുകൊണ്ട് സഹോദരിമാരുടെ ഭാഗത്തും ആ വിഷയത്തോട് സഹകരിക്കണം. അവിടെയും അവർക്ക് കൂപ്പണ്ട പെണ്ണുങ്ങൾ വളണ്ടിയർമാരുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് സഹോദരിമാരെ വിഷയത്തിലേക്ക് കാര്യമായ സഹായങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യണം. ആഭരണമായിട്ടോ സംഖ്യയായിട്ടോ പറ്റുന്നതൊക്കെ ചെയ്യും ഇൻഷാ അല്ലാഹ്. റമദാനിലേക്ക് വല്ലതും കൊടുക്കണം, റമദാനിലെ പരിപാടിയിലേക്ക് വല്ലതും സംഭാവന ചെയ്യണമെന്ന് വിചാരിച്ച് ഒരു കൊല്ലം മുഴുവൻ കാത്തുവെക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടത്. അൽഹംദുലില്ലാഹ്, അതൊക്കെ വലിയ കാര്യമാണ്. അല്ലാഹു തആല ആ നന്മയോടുള്ള അടുപ്പവും സ്നേഹവും കാരണം സ്വർഗലോകത്തേക്ക് എത്താനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തിന്മയിലായി മരണം സംഭവിച്ചു പോകുന്ന ആ ഒരു വലിയ ഒരു അപകടകരമായ അവസ്ഥ നമുക്ക് ഇവിടെ കാണാൻ കഴിയുകയാണ്. ചെറുപ്പക്കാരൻ എയ്ഡ്സ് ബാധിച്ച് മരിക്കുകയാണ്. മാസങ്ങളെ ആയിട്ടുള്ളൂ. ഒരു പെണ്ണിന്റെ കൂടെ കഴിഞ്ഞതാണ്, പക്ഷെ അവൾ എയ്ഡ്സ് രോഗിയായിരുന്നു. അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. മനുഷ്യന്റെ പ്രതിരോധ ശക്തി അല്ലാഹു നശിപ്പിച്ചു കളയുന്ന, അല്ലാഹു ഹലാലിലേക്ക് സമീപിക്കണമെന്ന് പറഞ്ഞതിന് പകരം ഹറാമിലേക്ക് സമീപിച്ചാൽ അല്ലാഹു നൽകുന്ന ലം തകുൻ ഫി അസ്ലാഫിക്കും, നിങ്ങളുടെ മുൻഗാമികളിൽ കണ്ടിട്ടില്ലാത്ത ശിക്ഷ
നിങ്ങൾക്ക് അള്ളാഹു നൽകുമെന്ന് നബി തങ്ങൾ സാക്ഷ്യം പറഞ്ഞ എയ്ഡ്സ് പോലെയുള്ള മഹാമാരികൾ, അതിലൂടെയൊക്കെ മരിക്കുന്ന ഒരു വിഭാഗം അപ്പുറത്ത്. കലിമ ചൊല്ലി നല്ല നിലക്ക് മരിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്ത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ആത്മശാന്തി പൂണ്ടിരിക്കുന്ന ശരീരമേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോഴാണ് ഒരശരീരി കേൾക്കുന്നത് ആരോ വിളിച്ചു പറയുന്ന പോലെ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യഹ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹബീബിന്റെ കൂടെ കഴിയുകയും 7 വർഷം ഹബീബിന്റെ കൂടെ താമസിക്കുകയും ചെയ്ത് തങ്ങൾ വഫാത്താകുമ്പോൾ 11 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഫിഖ്ഹും ഇൽമും തഫ്സീറും ഹദീസും പഠിച്ചിരുന്ന ആനായ ഹബീബിന്റെ കുടുംബക്കാരനും തങ്ങളും സയ്യിദുമായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയുടെ തൊട്ടപ്പുറത്ത് ത്വായിഫിൽ വെച്ച് വഫാത്താകുമ്പോൾ ഖബറിലേക്ക് വെക്കുമ്പോഴാണ് ആരോ ഓതുന്ന പോലെ കേൾക്കുന്നത്. കൂടിയിരുന്ന ആളുകളൊക്കെ കേട്ടു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ആത്മശാന്തി പൂണ്ടിരിക്കുന്ന ശരീരമേ, ശാന്തി പൂണ്ടത്. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഇങ്ങ് പോരിൻ. റാദിയതൻ മർദിയ്യ, സംതൃപ്തമായി സന്തുഷ്ടമായി ഇങ്ങോട്ട് പോരിൻ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് പോരിനെന്ന് മണ്ണിലേക്ക് വെക്കപ്പെടുമ്പോൾ സ്വർഗീയ ലോകത്തെ വെളിപാടുകൾ കേട്ടുപോയ ആനായ അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സൗഭാഗ്യമല്ലേ? ഇസ്ലാമിക വിശ്വാസങ്ങളുടെ ഏറ്റവും വലിയ ആധികാരികതയും മഹത്വവും മനസ്സിലാക്കാൻ ചില ആളുകളുടെ മരണം മതി. മുഖത്ത് കാണുന്ന ശോഭ, മരിച്ചു കഴിഞ്ഞാൽ മുഖത്തുള്ളൊരു വെളിച്ചം, അത് മുസ്ലിങ്ങൾക്കേ ഉള്ളൂ. അത് അള്ളാഹു തന്ന വലിയൊരു ശോഭ, ഒരു നൂറുണ്ട്. എത്ര കറുത്ത മുസ്ലിമാണെങ്കിലും മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. നിസ്കരിക്കാത്ത മുസ്ലിമിനെ വേറെ മനസ്സിലാവും, നിസ്കരിക്കുന്നവനെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. സീമാഹും ഫീ വുജൂഹിഹിം, മുഖത്തൊരടയാളം അല്ലാഹു വെക്കുന്നുണ്ട്. എത്ര കറുത്താലും മുഖത്തിനൊരു ശോഭയുണ്ട്, ഈമാനുള്ള മുഖത്തിന്. അല്ലാഹു ചെയ്ത ഭാഗ്യമല്ലേ? ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം പറഞ്ഞതാണ്. സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളെയും പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളെയും ഞാൻ ഒബ്സർവ് ചെയ്തു. ആ ചെറുപ്പക്കാരൻ തിരുവനന്തപുരക്കാരനാണ്, അദ്ദേഹം അന്ന് സലാലയിലാണ്. സിനിമ കഴിഞ്ഞ് 3 മണിക്കൂറൊക്കെ ചിരിച്ചു കളിച്ച് കോമഡി കണ്ട് ഇറങ്ങിപ്പോന്നിട്ട് റോട്ടിലേക്ക് എത്തിയ മുഖത്തൊക്കെ എന്തോ ഒരു ഇരുട്ട് ഇവരുടെയൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ആ മുഖത്ത് കാണുന്ന ഒരു ശോഭ. ഓരോരുത്തർക്കും മുസ്ലിം ആവാൻ പല കാരണം. ഈ ചെറുപ്പക്കാരൻ കലിമ ചൊല്ലാൻ കാരണമായത് ഇതാണ് കാരണം പറഞ്ഞു. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യന്മാരുടെ മുഖത്തൊരു വെളിച്ചം ഞാൻ കാണുന്നു. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളെ മറവ് ചെയ്തപ്പോഴാണ് ഒരു പക്ഷി അങ്ങോട്ട് ഇറങ്ങി വന്നത്. ആരുമെന്ന് കണ്ടിട്ടില്ലാത്തൊരു കൊച്ചു പക്ഷി ഖബറിന്റെ അരികത്ത് വന്നു. ഖബറിന്റെ മേതിങ്ങനെ ഇരുന്നു. എല്ലാവരും പിരിഞ്ഞു പോയപ്പോഴും ആ പക്ഷി മാത്രം പിരിഞ്ഞു പോയിട്ടില്ലായിരുന്നു. എന്നും അത് വരും അവിടെ. ഒരാഴ്ചയിൽ താഴെ ആയിട്ടുള്ളൂ ആ പക്ഷിയെ പിന്നെ കണ്ടത് ഖബറിന്റെ മീതെ ചത്തുകിടക്കുന്നതായിട്ടാണ്. ആ പക്ഷിയെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അരികിൽ ഖബർ കുത്തിയിട്ട് അന്നത്തെ സ്വഹാബിമാർ മറവ് ചെയ്തിട്ടുണ്ട്. ഒരു സച്ചരിതനായ ഒരു മഹാനോട് കാണിച്ച ഒരു ജീവിയുടെ സ്നേഹമായിരുന്നു അത്. ഒരു പക്ഷിക്കുഞ്ഞ് എന്നും വരും അവിടെ ഇരിക്കും. മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം അവിടെ തന്നെയാണ് മറവ് ചെയ്യപ്പെടുന്നത്. ഒരു പക്ഷിക്കുഞ്ഞ്. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞ 7 യുവാക്കളുടെ കൂടെ അവരുടെ കൂടെ ഓടിക്കൂടിയ ഒരു നായയുണ്ടായിരുന്നു. ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്. ബഹുദൈവ വിശ്വാസിയായിരുന്ന ദഖിയാനൂസ് എന്ന രാജാവിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ചെറുപ്പക്കാർ ഇന്നത്തെ തുർക്കിയിൽ അല്ലെങ്കിൽ അന്നത്തെ ജോർഡാനിൽ ജീവിച്ചുപോയ മരിച്ചുപോയ ഗുഹക്കകത്ത് താമസിച്ചു എന്ന് പറയപ്പെടുന്ന വിശുദ്ധ ഖുർആൻ ചരിത്രം 309 കൊല്ലം താമസിച്ചു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുടെ കഥയുണ്ട് ഖുർആനിൽ. സൂറത്തുൽ കഹ്ഫ്. അവരുടെ കൂടെയോടിയ നായ അവരാട്ടിയോടിച്ചപ്പോഴെന്താ പറഞ്ഞത്? ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരെ എനിക്കും സ്നേഹമാണ്. അങ്ങനെ ജീവികൾക്ക് പോലും സ്നേഹം തോന്നുന്നു.
ജീവികൾക്ക് പോലും സ്നേഹം തോന്നും, ജീവികൾക്ക് എന്തെന്നില്ലാത്ത അനുകമ്പ തോന്നും. സത്യവിശ്വാസികളോട് പേടിക്കേണ്ടി വരികയില്ല. ومن أعرض عن ذكري فإن له معيشة ضنكا. ജീവിതത്തിന്റെ ലക്ഷ്യബോധമില്ലാതെ ജീവിച്ച ആളുകൾക്ക് മനസ്സമാധാനം അല്ലാഹു എടുത്തു കളയുന്നു. പ്രിയപ്പെട്ട ഉമ്മ മോനെ വിളിച്ചു പറയുന്നുണ്ട്, മോനെ ഉമ്മാക്ക് ഇന്നൊരു സ്ഥലം വരെ പോണം, മോനൊന്ന് ഉമ്മയാക്കി തരുമോ? പറഞ്ഞു, ഉമ്മ എനിക്ക് നേരല്ലല്ലോ. സ്വന്തം ഉമ്മയോട് പറയാണ്, ഉമ്മ എനിക്ക് നേരമില്ല. ആരായി പറയുന്നത്? 9 മാസം അല്ലെങ്കിൽ അറബ് മാസപ്രകാരം 10 മാസം ഗർഭം ചുമന്ന പ്രിയപ്പെട്ട ഉമ്മയോട് നേരല്ല ഉമ്മ. മോനെ നിനക്ക് വേണ്ടി പാല് തരാൻ ഉമ്മാക്ക് നേരമുണ്ടായിരുന്നു. മോനെ നിനക്കന്ന് 6 മാസം പ്രായമുള്ളപ്പോ പനി പിടിച്ചപ്പോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നിന്നെ അഡ്മിറ്റ് ചെയ്തപ്പോ കൊതുക് കടിച്ച് നീയും നിന്റെ ഉമ്മയും കൂടെ കിടക്കാൻ പോകുമ്പോ മോന് കൊതുക് കടിക്കരുതെന്ന് വിചാരിച്ച് വിശറി വീതി നിനക്ക് വേണ്ടി വീശിത്തന്ന് മോനെ കൊതുകടിക്കാതിരിക്കാൻ പകലന്തിയോളം ഉറങ്ങാതെ കടന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോടാണോ നീ നേരമില്ല എന്ന് പറയുന്നത്? മോനെ നിന്നെയാണ് ഉമ്മ സ്വന്തം ചോരയിൽ നിന്നുണ്ടാകുന്ന അമ്മിഞ്ഞപ്പാലിൽ നിന്ന് വളർത്തിയത്. ഉമ്മയോട് പറയാൻ നേരല്ലാന്ന്. പിന്നെ പറഞ്ഞുമ്മ, 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരും, അപ്പോഴേക്കും ഉമ്മ റെഡിയാവണം. ഞാൻ പുറത്തെത്തിയാൽ വാഹനം വന്ന് ഹോൺ അടിക്കും. അത്ര ഒരൊറ്റ ഹോണ്. ഉമ്മ ഇറങ്ങി വന്നേക്കണം, ഇല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്. പ്രിയപ്പെട്ട ഉമ്മയോട് സമയം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ട ഉമ്മയോട് ഒരൊറ്റ ഹോണടി മോനെ. പിന്നെ ഉമ്മ നോക്കൂല കേട്ടോ. ഉമ്മ പിന്നെ ഞാൻ നോക്കിയില്ല, എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉമ്മയെ ഞാൻ ആക്കിത്തരാം. പ്രിയപ്പെട്ട മോനെ, നീ വാവിട്ട് കരഞ്ഞപ്പോ ഒരൊറ്റ കരച്ചിലിനല്ല നിന്റെ ഉമ്മ നിനക്ക് മറുപടി തന്നത്. നീ വാവിട്ട് 1/2 കരച്ചിലായപ്പോഴേക്കും നിന്റെ ഉമ്മ നിനക്ക് ഓടി വന്നിട്ടുണ്ട്. നിന്റെ കൂടെ ഉണ്ടായിരുന്നു നിന്റെ പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മയോടാ നീ പറഞ്ഞത് ഒരൊറ്റ ഹോനടി ഉമ്മ, പിന്നെ ഞാൻ കാത്തിരിക്കില്ല കേട്ടോ. സ്വന്തം പ്രിയപ്പെട്ട ഉമ്മയെ ഒന്ന് കൊണ്ടാക്കി തരുമോ എന്ന് മോനോട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള മോനോടൊരു ഉമ്മ ആവശ്യപ്പെട്ട് അവൻ ഓടി വന്ന് ഒരു ഹോണടിച്ചു. പ്രിയപ്പെട്ട ഉമ്മ വസ്ത്രമെടുത്ത് താഴേക്ക് വന്നപ്പോഴേക്കും അവൻ പറഞ്ഞു 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവൻ പോയി ഒറ്റയ്ക്ക് പോയി. ആ പോക്ക് ദേഷ്യം പിടിച്ചുള്ള പോക്കായിരുന്നു. പ്രിയപ്പെട്ട ഉമ്മയെ മനം നൊന്താണ് അവൻ കൊണ്ടുപോകുന്നത്. ആ ഉമ്മ അവിടെ കരയാണ് വീട്ടിൽ. റബ്ബേ, എന്റെ മോൻ ഒന്ന് ഹോണടിച്ചപ്പോ എനിക്കൊന്ന് പെട്ടെന്ന് ഓടി ഇറങ്ങാൻ പറ്റിയില്ലല്ലോ. ആ യാത്ര ഒരുപക്ഷേ അവൻ പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. ആ വാഹനം തകിടം മറിഞ്ഞ് റോഡരികിന്റെ താഴേക്ക് കുഴിയിലേക്ക് വീണുകൊണ്ടാണ് അവൻ മരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലോകത്തോട് യാത്ര പറയുന്ന യാത്രയായിരുന്നവത്. അവൻ പോലും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ആ യാത്രയുടെ അന്ത്യം എങ്ങനെയാണ് ആ യാത്രയുടെ അന്ത്യം? എന്തൊരു വിഷമകരം, എന്തോ ഒരു സങ്കടകരം. പ്രിയപ്പെട്ട ഉമ്മയെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണത്. ആർക്ക് വേണം അവനെ? സ്വന്തം ജന്മം നൽകിയ ചോരയിൽ നിന്ന് വളർന്നു വലുതായി വന്ന പ്രിയപ്പെട്ട മക്കള് സ്വന്തം മാതാപിതാക്കളെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാത്തൊരു കാലഘട്ടം. എന്ത് സംസ്കാരമാണിത്? എന്താണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ ലക്ഷ്യം? പ്രൊഫഷണൽ ജോലി കിട്ടാനോ? പക്ഷെ ഇവിടെ മാതൃത്വം പിതൃത്വം എന്ന് പറയുന്ന ബന്ധങ്ങളില്ലേ? കുടുംബ ബന്ധമില്ലേ? ഇവിടെ അള്ളാഹു വെച്ച നിയമങ്ങൾ ഇവിടെ ഇല്ലേ? ഇതൊന്നും ആലോചിക്കാതെ എങ്ങോട്ടാണ് ഈ ഓട്ടം? എന്തിനാണ് ഈ ഓട്ടം? ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ അനിഷ്കുർലി വലിവാലിദൈക. എനിക്ക് നീ നന്ദി ചെയ്യണം നിന്റെ മാതാപിതാക്കൾക്ക് എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നന്ദി ചെയ്യാതെ ഓടിപ്പോയവൻ നാളെ പരലോകത്ത് വരുന്നത് കണ്ണുപൊട്ടനായിട്ടാണ്. അഅമാ, ബ്ലൈൻഡഡ്, കണ്ണുണ്ടാവില്ല, കാഴ്ചയുണ്ടാവില്ല. അവൻ ചോദിക്കും, റബ്ബേ ലിമ ഹശർതനി അഅമാ, എന്തേ നീ എന്നെ കണ്ണുപൊട്ടനാക്കി ഒരുമിച്ച് കൂട്ടിയത്? എന്തേ എന്നെ നീ കണ്ണ് കാണാതെ എന്നെ പറഞ്ഞയച്ചത്? വഖദ് കുൻതു ബസീറാ, മരിക്കുന്ന കാലം വരെ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ. കദാലിക, അങ്ങനെ നിന്നെ ആക്കാൻ കാരണം ആയാതുനാ ഫനസീതഹാ, ജീവിതത്തിൽ നിനക്ക് പലരോടും ബാധ്യതകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് നീ കേൾക്കാതെ ഓടിപ്പോയ ആളാണ്. ജീവിതത്തിൽ നിന്റെ ഉമ്മയോട്, ഉപ്പയോട്, ബന്ധുവിനോടും, ജ്യേഷ്ഠാനുജന്മാരോട്, അനിയത്തി ജ്യേഷ്ഠത്തിമാരോട് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോ ഫനസീതഹാ, നീ മറന്നില്ലേ? വകദാലികൽ യൗമ തുൻസാ, അതുകൊണ്ട് ഇന്നിവിടെ നിന്റെ കാര്യവും മറന്നിരിക്കുകയാണ്, നിന്നെ ഞങ്ങൾക്ക് വേണ്ട. അല്ലാഹു പറയുമത്രേ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ.
ഒരു ഭാഗത്ത് ഇങ്ങനെയാണ്, എന്നാൽ ഒരു ഭാഗത്ത് സൽക്കർമ്മികളായി സൗഭാഗ്യം സിദ്ധിച്ച് ഹിദായത്ത് കിട്ടിപ്പോകും നന്നാവുന്ന ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുന്നവരൊരുപാട് വേറെ. ടൗണിൽ ഒരു പെണ്ണിന്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ നടക്കുന്ന കണ്ടപ്പോഴാ ഒരു മുസ്ലിം തൊട്ടരികത്തുകൂടെ വാഹനത്തിൽ മെല്ലെ സ്ലോ ഡ്രൈവിലാണ്. ചിന്തിച്ചു, റബ്ബേ, ഇവനൊരു മുസ്ലിമാണല്ലോ, ഇവനെ ഞാൻ അറിയുന്ന പയ്യനാ, പക്ഷെ അവനെ എന്നറിയില്ല. ഒന്നിറങ്ങിച്ചെന്നവനോടൊന്ന് പറഞ്ഞു കൊടുക്കാം, ഒന്നിറങ്ങിച്ചെന്ന് പറഞ്ഞു കൊടുക്കാം. അവൻ അന്യ പെണ്ണിന്റെ കൂടെയായി നടക്കുന്നത്. വീട്ടിൽ ഉമ്മ അറിയുന്നില്ല, വാപ്പ അറിയുന്നില്ല. ഒരു നഗരത്തിലാണ് ഈ കൈപിടിച്ച് നടക്കുന്നത്. കണ്ടവളുടെ കൂടെ നിക്കാഹിന്റെ ബന്ധമുണ്ടോ, മഹ്റമിന്റെ ബന്ധമാണോ? അല്ല. പച്ചയായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പാശ്ചാത്യം നമ്മുടെ കുടുംബ സംസ്കാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ആഭാസങ്ങൾ മാത്രം കൊണ്ടുവന്നപ്പോ അതിന്റെ പിന്നാലെ നമ്മുടെ മക്കൾ പോവുകയാണ്. നമ്മുടെ മീഡിയ, നമ്മുടെ മുമ്പിൽ കിടക്കുന്ന സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയും അവർ വിസർജിച്ചുകൊണ്ടിരിക്കുന്ന ആശയം ഇതാണ്: കല്യാണം വേണ്ട, കാര്യങ്ങളൊക്കെ നടന്നു പോയാ പോരെ. 5 കൊല്ലം ഒരു പെണ്ണ്, കഴിഞ്ഞ 2 കൊല്ലം വേറെ ആള്, 1 കൊല്ലം വേറൊരുത്തി, പിന്നെ നഗരത്തിലേക്ക് മാറാം, വേറെ ടൗണിലേക്ക്, അങ്ങനെ ജീവിച്ചു പോകാം. ഈ ആഭാസം മുസ്ലിം ഉമ്മത്തിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കടന്നു വരുമോ എന്ന് വളരെ പേടിയോടുകൂടെ നമ്മൾ കാണുകയാണ്. നമ്മുടെ മക്കളൊക്കെ പാപ്പാ എനിക്ക് നിക്കാഹ് വേണ്ട, ഒരു ഗേൾ ഫ്രണ്ട് മതി എന്ന് പറയുന്ന കാലം വിദൂരമല്ല. നമ്മുടെ പെൺകുട്ടികൾ കല്യാണം വേണ്ട എന്ന് അച്ചടക്കമുള്ള നല്ല പുതിയാപ്പിളമാരെ സ്വന്തം മാതാപിതാക്കൾ അവരുടെ ഇഷ്ടവും തന്നെ നോക്കിയിട്ട് തന്നെ കൊണ്ടുവന്നാലും എനിക്കിവനെ വേണ്ട എന്ന് പച്ചയായി പറയുന്നത് പ്രേമം തലക്കടിക്കുമ്പോഴാണ്, ആഭാസങ്ങൾ തലക്ക് കയറുമ്പോഴാണ്. സ്വാഭാവികമായും അതല്ലേ. ഇങ്ങനൊരു ചെറുപ്പക്കാരൻ നടന്നപ്പോഴാണ് എന്റെ ബാധ്യത ഞാൻ നിർവഹിക്കട്ടെ, ഒന്ന് പോയി പറഞ്ഞു കൊടുക്കട്ടെ, ചെറുപ്പക്കാരാ നീ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ അവിടെ ചെന്ന് എന്നെ കണ്ടപ്പോൾ അവൻ ഓടി, ആ പെണ്ണുമോടി. പക്ഷെ അവൻ കുറച്ചകലം ചെന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ മെല്ലെ അവനെ കണ്ടു, അരികത്ത് ചെന്ന് പറഞ്ഞു അസ്സലാമു അലൈക്കും. അവൻ എന്തോ ഒരു ജാള്യത തോന്നുന്നുണ്ട്, എവിടെയോ കണ്ടുപരിചയമുള്ള പോലെ. പക്ഷെ എനിക്കവനറിയാം, അവൻ എന്നറിയില്ല. ഞാൻ അവനോട് ചോദിച്ചു, നിസ്കരിക്കാറുണ്ടോ, കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതാരാണ്? അത് ഫ്രണ്ട്, കൂടെ പഠിച്ചത്, കോളേജ് ഫ്രണ്ടാണ്, ക്ലാസ്മേറ്റ് ആണ്. മോനെ, മാ ഖലാ റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമാ. ഏതെങ്കിലും ഒരു അന്യ പുരുഷനും അന്യ പെണ്ണും ഒരിടത്താവുകയാണെങ്കിൽ നമ്മുടെ മക്കൾ മോശക്കാരെന്നല്ല പറയുന്നത്, നമ്മുടെ ആൺമക്കളും പെൺകുട്ടികളും ഒന്നിനും പറ്റാത്തവരാണെന്നല്ല പറയുന്നത്. ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമാ, മൂന്നാമത് അവരുടെ കൂടെ പിശാചുണ്ടാകുമെന്ന് ആനായ ലോകത്തിന്റെ ഗുരു അല്ലാഹുവിന്റെ ദൂതർ മുഹമ്മദ് റസൂലുള്ളാഹ്. പിശാച് മോശക്കാരനാണ്, അവനവരെ പഴപ്പിക്കും. അതുകൊണ്ട് അന്യാണും ഒരു പെണ്ണും ഒരിടത്താവല്ലേ. ഈ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ ഇങ്ങനെ നനയാൻ തുടങ്ങി, ഇങ്ങനെ കരയാൻ തുടങ്ങി. അവൻ എന്തോ ഒരു വിങ്ങിപ്പൊട്ടുന്ന പോലെ, തെറ്റ് സംഭവിച്ച് അവന്റെ മനസ്സ് ഉള്ളകം സമ്മതിക്കുന്ന പോലെ അവൻ കരയാൻ തുടങ്ങി. സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട, എന്റെ നമ്പർ ഇതാ, എന്തെങ്കിലും സംശയ നിവാരണം വല്ലതുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേക്കണം, വിഷമിക്കണ്ട, അല്ലാഹു സന്മാർഗ ദർശനം നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് ആ രംഗത്ത് തിരിച്ചു പോരുന്നു. അവനെ കാണണമെന്ന് ആഗ്രഹിച്ചു. 2 ആഴ്ച കഴിഞ്ഞു. പടച്ചവനെ, ഒന്ന് വിളിക്കാൻ പറ്റിയില്ലല്ലോ. നമ്പറൊക്കെ തപ്പിയെടുത്തിട്ട് അവനെ ഒന്ന് വിളിച്ചു നോക്കുന്നു. ഇദ്ദേഹം വിളിച്ചു നോക്കി ചോദിച്ചു, അല്ല ഓർമ്മണ്ടോ ഈ ശബ്ദം? അവൻ പറഞ്ഞു, എങ്ങനെയാണ് എനിക്ക് ജീവിതത്തിന്റെ വെളിച്ചം തന്ന ഒരാളെ എനിക്കെങ്ങനെ മറക്കാൻ കഴിയും? മാഷാ അല്ലാഹ്. അങ്ങനെ പറയുന്ന മക്കൾ നമുക്ക് വേണ്ടത്. നിങ്ങളത് പോയിക്കേ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്ന സംസ്കാരവും നന്മയും വേണമെന്ന് പറയുമ്പോ പുച്ഛിച്ചു തള്ളുന്നവർ. നന്മയുടെ ഒരു ചെറിയ ശകലം ആ ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ടായിരുന്നു. അവൻ കണ്ഠമിടറി പറഞ്ഞു, നിങ്ങളെ ഓർമ്മയുണ്ട്, ഈ ശബ്ദം ഓർമ്മയുണ്ട്, നിങ്ങളല്ലയോ എനിക്ക് സന്മാർഗത്തിലേക്ക് വഴി തന്നത്. ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, നമുക്ക് മറ്റന്നാൾ അസറിന്റെ ശേഷം ഒന്ന് കണ്ടുമുട്ടിയാലോ? എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു പഠിക്കണം നിങ്ങളോട്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമോ? പറഞ്ഞു തരാം. 2 ആഴ്ചയെ ഈ ബന്ധം ഡെവലപ്പായിട്ടായിട്ടുള്ളൂ. 2 ആഴ്ച. അതുവരെ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചൊരു ചെറുപ്പക്കാരൻ അല്ലാഹു ഹിദായത്തിന്റെ വഴി കൊടുത്തിരിക്കുകയാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം അവൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അന്ന് അസറിന് എത്തണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് അതിഥികൾ കയറി വരികയായി. അതിഥികളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചപ്പോഴേക്കും റബ്ബേ, ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ, അസറിന്റെ നേരത്ത്, അസർ നിസ്കാരം കഴിഞ്ഞാൽ ഇവനെ കാണാമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ടല്ലോ. പടച്ചവനെ, എന്റെ സമയം വൈകി, ഇനി പോവണോ? അവൻ പോയി കാണും, അവൻ എന്നെ കാത്തിരിപ്പുണ്ടാവില്ല, എന്നാലും ഒന്ന് വാക്ക് പാലിക്കണ്ടേ, നേരം വൈകിയാലും ഒന്ന് ചെന്ന് നോക്കട്ടെ, ഒന്ന് അപ്പോളൈസ് ചെയ്യാം.
ക്ഷമാപണം ചോദിക്കാൻ വൈകിപ്പോയതിന് ഒന്ന് ചെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ക്കാരന്റെ വീട് തിരക്കി കടന്നു ചെല്ലുന്നു. നോക്കുമ്പോ വീട്ടിന്റെ പരിസരങ്ങളിലൊക്കെ എന്തെന്നില്ലാത്തൊരു ശാന്തതയുണ്ട്. മഗ്രിബ് കഴിഞ്ഞ നേരമാണത്. ചോദിച്ചു, ഇതാണോ ഇന്നാലിന്ന ചെറുപ്പക്കാരന്റെ വീട്? പറഞ്ഞു, അതെ. ആളെവിടെ? നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ തൊട്ടപ്പുറത്തുള്ള നഗരത്തിൽ നിന്നാണ്. എവിടെ നിങ്ങളുടെ മോൻ? എവിടെ? നിങ്ങൾ ആരാ? ഞാൻ വാപ്പയാണ്. വാപ്പയുടെ കണ്ണുകളിൽ എന്തോ നനവുണ്ട്, എന്തോ സങ്കടം ഞെളിക്കുന്നുണ്ട് മുഖത്ത്. എന്തുപറ്റി? നിങ്ങൾ ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മോൻ ഇന്ന് അസറിന് ബാങ്ക് കൊടുക്കുമ്പോൾ ലോകത്തോട് വിട പറഞ്ഞു. അവനെ മറവ് ചെയ്ത് ഞങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. വീട്ടിൽ ശാന്തമായിരിക്കുകയാണ്. ഞങ്ങൾ ശാന്തതയിലാണ്, വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആള് മരിച്ചോ? കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. 2 ആഴ്ച മുമ്പാണ് ഞാൻ അവനെ കണ്ടത്, എനിക്ക് ഓർമ്മയുണ്ട്. വാപ്പ പറഞ്ഞു, 2 ആഴ്ച മുതലാണ് എന്റെ മോൻ നന്നായി തുടങ്ങിയത്. അവൻ എങ്ങനെയായിരുന്നില്ല മുമ്പ്. അവനെന്നും ദേഷ്യം പിടിച്ചിട്ടാ ഞങ്ങളോടൊക്കെ സംസാരിക്കല്. വീട്ടിലെന്നും ബഹളമായിരുന്നു, വീട്ടിലെന്നും പ്രശ്നമാണ്. 2 ആഴ്ചക്ക് ശേഷമാണ് അവന് മാറ്റമുണ്ടായത്. നിങ്ങളാണോ അവനെ മാറ്റം വരുത്തിയത്? ആവാം, അല്ലായിരിക്കാം, അറിയില്ല. 2 ആഴ്ച മുമ്പ് ഞാൻ അവനെ കണ്ടു. ഞാനും അവനും തമ്മിൽ ഒരു ആത്മീയ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ എന്റെ ഈ പ്രിയപ്പെട്ട മോൻ 2 ആഴ്ചക്ക് ശേഷം നന്നാവുകയായിരുന്നു. നിസ്കാരമുണ്ടായിരുന്നു. സുബഹിക്ക് ഞങ്ങളെയൊക്കെ അവൻ വിളിക്കും. 2 ആഴ്ച ആയിട്ടുള്ളൂ, 2 ആഴ്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ചില ആളുകളുടെ ജീവിതം കണ്ടാൽ നരകത്തിലേക്കെന്ന് തോന്നിപ്പോകും. ജീവിതം കണ്ടാൽ നരകമാണെന്ന് തോന്നും. പക്ഷേ ഫയസ്ബിഖുൽ കിതാബ്, അല്ലാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരിക്കും. മരിക്കാനാകുമ്പോഴേക്കും പെട്ടെന്ന് നന്നായി ഒരു ഹജ്ജ്, ഒരു ഉംറ, ഒരു സൽക്കർമ്മം, ഒരു പള്ളിയുണ്ടാക്കി, സ്കാരങ്ങളായി, പഴയ കാലത്തെ പിടിച്ചെടുത്തതൊക്കെ തിരിച്ചു കൊടുത്തു, അക്രമങ്ങൾക്കൊക്കെ മാപ്പ് ചോദിച്ചു, നന്നായി പശ്ചാത്തപിച്ചു മടങ്ങി. നല്ലൊരു മരണം. വേറെ ചില ആളുകൾ നല്ല രീതി ജീവിച്ചു പോകുന്നു. അപ്പോഴാണ് ഒരു മോശപ്പെട്ട കൂട്ടുകാരനെ പരിചയപ്പെടുത്തുന്നത്. അവനാണ് പിന്നെ അവനെ കള്ളുഷാപ്പിലേക്ക് കൊണ്ടുപോകുന്നത്, വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്, വീട്ടുകാരിൽ നിന്ന് അകറ്റുന്നത്. അങ്ങനെ അവന്റെ മരണം ദുർമരണമായി മാറുന്നത്. 2 അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട മോൻ ളുഹറിന്റെ സമയത്തൊന്ന് കിടന്നുറങ്ങിയതാണ്. എന്നോട് പറഞ്ഞു, ഉപ്പാ, അസറിന് ബാങ്ക് വിളിക്കുമ്പോൾ എന്നെ വിളിച്ചുണർത്തേണമേ. അസറിന് ബാങ്ക് കൊടുക്കുമ്പോൾ എന്നെ വിളിച്ചുണർത്തണം. എന്റെ മോനെ വിളിച്ചുണർത്താൻ വേണ്ടി ഞാൻ റൂമിലേക്ക് ചെന്നു നോക്കുമ്പോഴാണ് എന്റെ മോൻ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ എനിക്ക് സങ്കടമില്ല. അവൻ അന്നത്തെ സുബഹി നിസ്കരിച്ചിട്ടുണ്ട്, ളുഹർ നിസ്കരിച്ചിട്ടുണ്ട്. അസറിന് എഴുന്നേൽക്കണം, എന്നെ വിളിക്കണം ഉപ്പാ എന്ന് പറഞ്ഞ് കിടന്ന മോനാണത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തിന്മ കണ്ട് തിന്മയിലായി ജീവിച്ചു പോകുന്ന ഒരു വിഭാഗം, ഇന്ന സഅയകും ലശത്താ. നന്മ കണ്ടത് സ്വീകരിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്ത്. നമ്മൾ അയ്യുൽ ഫരീഖൈനി നഹൻ, നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? ഏത് വിഭാഗത്തിന്റെ കൂടെയാ നമ്മൾ ആവേണ്ടത്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അതുകൊണ്ടറിയണേ, മനുഷ്യ ശരീരം എന്തിഷ്ടപ്പെടുന്നുവോ അത് ചെയ്ത് ജീവിക്കാൻ വന്നവരല്ല നമ്മൾ. മനുഷ്യ ശരീരത്തിന്റെ ഇഷ്ടവും അനിഷ്ടവും നോക്കി അള്ളാഹുവിന്റെ ഇഷ്ടമേതാണോ അത് നോക്കി ജീവിക്കാൻ വന്നവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ അസ്ർ, ചെറിയ സൂറകളിൽപ്പെട്ട സൂറത്തുൽ അസ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. കാലത്തെ തന്നെയാണ് സത്യം. വൽ അസ്രി, സമയത്തെ തന്നെയാണ് സത്യം. കാലത്തെ തന്നെയാണ് സത്യം. മണിക്കൂറുകളെ തന്നെ സത്യം. മാസങ്ങളെ തന്നെ സത്യം. ദിവസങ്ങളെ തന്നെ സത്യം. ആയുഷ്കാലങ്ങളെ തന്നെയാണ് സത്യം. പ്രപഞ്ചത്തിന്റെ ആയുസ്സിനെ തന്നെയാണ് സത്യം. എല്ലാമായി വൽ അസ്ർ, സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യന്മാർ മുഴുവനും നഷ്ടത്തിലാണ്. മനുഷ്യ സമൂഹം നഷ്ടത്തിലാണ്. 4 കർമ്മം ചെയ്യുന്നവരൊഴികെ ബാക്കി മുഴുവനും നഷ്ടത്തിലാണ്. കണ്ടുപിടുത്തങ്ങളും എക്സ്പെരിമെന്റുകളും ഇൻവെൻഷൻസും ഡിസ്കവറീസും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വലിയ വലിയ കോൺട്രിബ്യൂഷൻ മെഡിക്കൽ ഫീൽഡിലും എല്ലായിടത്തും നടക്കുന്നുണ്ട്. വലിയ വലിയ ആർക്കിടെക്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. ലോക പ്രശസ്തരായ എഞ്ചിനീയർമാർ നമുക്കുണ്ട്. ലോക പ്രശസ്തരായ ഡോക്ടർമാർ നമ്മുടെ നാടുകളിലുണ്ട്.
സാധാരണക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പലരുമുണ്ട്. എല്ലാവരും നഷ്ടത്തിലാണ് ഇപ്പറയുന്ന 4 വിഭാഗം ഒഴികെ. വൽ അസ്ർ, വിവിധ മതക്കാരുണ്ട് ഇവിടെ, മതവിശ്വാസികളുണ്ട്, ജാതികളുണ്ട്, അവാന്തര വിഭാഗങ്ങളുണ്ട്, മതമില്ലാത്തവരുണ്ട്, നിരീശ്വരവാദികളുണ്ട്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അല്ലാഹുവിന്റെ വചനം ഒന്ന് ഓർത്തു നോക്കുക. ഇങ്ങനെ വാക്കുകൾ തന്നെ ആശയസമ്പുഷ്ടമായ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇത് മനുഷ്യന്റേതല്ലെന്ന് മനസ്സിലാവും. മനുഷ്യൻ ഇങ്ങനെ പറയാൻ കഴിയില്ല. വൽ അസ്ർ, അല്ലാഹു തആല സത്യം ചെയ്ത് പറയട്ടെ, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. വലിയ വലിയ വീടും സംവിധാനങ്ങളും കച്ചവടവും എല്ലാം പൊടിപിടിച്ചിട്ടുണ്ട്, പക്ഷേ നഷ്ടമാണത്രേ, നഷ്ടമാണ്. കവിയാണ്, കവിത എഴുതിയിട്ടുണ്ട്, ലേഖനം എഴുതിയിട്ടുണ്ട്, കോളമിസ്റ്റാണ്, ജേർണലിസ്റ്റാണ്, ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്, പുസ്തകരചന നടത്തിയിട്ടുണ്ട്, മാഗസിനുകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്രിൻ, നഷ്ടമായിരിക്കും ഒരു പക്ഷേ. ആർക്കാ നഷ്ടമില്ലാത്തത്? ഇല്ലല്ലദീന ആമനൂ, ഈമാൻ കൈകൊണ്ട ആളുകളൊഴികെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, പരസ്പരം നന്മയും സത്യവും ഉപദേശിച്ചവരൊഴികെ, പരസ്പരം ക്ഷമിക്കണം എന്ന് ഉപദേശിച്ച